ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും കയറി ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി സംസാരിക്കാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. സോ 6th സെമ്മിൻ്റെ എക്സാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെമ്മാണ് 6th സെം. കാരണം ഇതിൽ നമുക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭയങ്കര നമ്മുടെ ഡിഗ്രിയുടെ തന്നെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് 6th സെം. സോ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ശ്രുതി, ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ റീസെൻ്റ്ലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് എൻ്റെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അപ്ലൈഡ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കോളേജിലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അബ്നോർമൽ സൈക്കോളജിയാണ്. നിങ്ങൾക്ക് എക്സാം വരുന്നത് അബ്നോർമൽ സൈക്കോളജിയാണ് ഫസ്റ്റ്. സോ നമ്മളിന്ന് അബ്നോർമൽ സൈക്കോളജിയുടെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഡീപ്പായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ PYQs ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇത്രയും കാലമായിട്ട് ചോദിച്ചിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഭയങ്കര വെയിറ്റേജ് ഉള്ള അബ്നോർമൽ സൈക്കോളജിയുടെ പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് പറയും. ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് അതിൻ്റെതായ ആൻസേഴ്സ് ഒന്ന് ഓടിച്ചിട്ട് വിട്ടിട്ട് നമ്മളൊന്ന് പറഞ്ഞു പോവും. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഭയങ്കര ഡീപ്ലി പഠിക്കുക. ആ ഒരു പോർഷൻസ് എന്താ പറയുക, വിട്ടുപോകരുത്. അത് കൃത്യമായിട്ട് പഠിക്കണം. ഇനി പഠിച്ച കുട്ടികളാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യണം. ഈ ഒരു ഭാഗങ്ങളൊക്കെ അതാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ. ഞാൻ പഠിച്ചിരുന്ന സമയത്തും ചോദിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് തന്നെ അബ്നോർമൽ സൈക്കോളജി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, ഇതെല്ലാം ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ അതിലൊക്കെ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും PYQs ഡിസ്കസ് ചെയ്യുന്നതിലൂടെ. കാരണം ഇപ്പം ഇനി ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഒരു റിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഞാനിത് വിട്ടു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇനി അല്ല, പാസ് ആവാനുള്ളത് എന്തായാലും ഈ ഒരു PYQ നിങ്ങൾക്ക് കിട്ടും. സോ കുറേ പേര് എത്തിയിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? സോ നിങ്ങളൊക്കെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞു എന്താണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ചാറ്റ് ബോക്സിലെങ്കിലും ഇടുക. എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പോകുന്നത് എന്നൊക്കെ. കാരണം മറ്റന്നാൾ എക്സാം ആണ്. സോ ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് ഇടുക, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്യാതെ പറയാൻ പറ്റുന്നവരാണെങ്കിൽ മൈക്ക് ഓൺ ചെയ്തൊന്ന് സംസാരിക്കാം. ഓക്കെ, പഠിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ എക്സാംസ് ഒക്കെ കറക്റ്റ് നടത്തുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നാമത് ഞങ്ങൾ കൊറോണ ബാച്ചും കൂടിയായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചായിരുന്നു ഒരു 1 month ഗ്യാപ്പിൽ ഞങ്ങൾക്ക് 3rd സെം 4th സെം എക്സാംസ്, 2nd സെം 3rd സെം 4th സെമസ്റ്ററിന്റെ എക്സാംസ് ഒക്കെ വന്നിരുന്നു. അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നു ഇപ്പോൾ, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ലാഗൊന്നും. പിന്നെ അതുപോലെ റിസൾട്ട് വരാൻ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. ഇപ്പൊ അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തില്ല എന്ന് തോന്നുന്നു. എന്താണ് അവസ്ഥ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ? സോ നമുക്ക് ക്ലാസ്സസിലേക്ക് തന്നെ കടക്കാം. കാരണം എല്ലാവരും എക്സാമിന്റെ ചൂടിൽ നടക്കുകയാണ്. സോ നമുക്ക് ക്ലാസ്സസിലേക്ക് കടക്കാം, വെറുതെ ലാഗ് അടുപ്പിക്കുന്നില്ല. സോ അബ്നോർമൽ സൈക്കോളജിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്സസ്. ലൈക്ക് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അബ്നോർമൽ സൈക്കോളജിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം 5th സെമ്മിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അബ്നോർമൽ സൈക്കോളജി. അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ 6th സെമസ്റ്ററിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അബ്നോർമൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് സൈക്കോളജിയാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ടും ഒരുപാട് കാലം നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു
ഫീൽഡ് ഓഫ് സൈക്കോളജിയാണ് അബ്നോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സെമസ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ സ്കീസോഫ്രീനിയനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സിനെ കുറിച്ചും ആൻഡ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നൗ ഐ ആം ഷെയറിംഗ് PPT. അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, PPT കാണുന്നുണ്ടോ എല്ലാവർക്കും? സോ നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആ മൈക്ക് ഓൺ ചെയ്ത് പറയാ, കാരണം മെസ്സേജസ് നോക്കാനായിട്ട് പറ്റില്ല. ഞാനത് ഈ ഒരു സംഭവം കളയാണ്. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഇന്നിപ്പോ അബ്നോർമൽ സൈക്കോളജിയാണ് എടുക്കുന്നത്. സോ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ അബ്നോർമാലിറ്റീനെ കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് ഒരു നോർമൽ പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണെങ്കിൽ അബ്നോർമാലിറ്റി ഒരു എന്താ പറയുക അബ്നോർമൽ ആയിട്ടുള്ള ഒരാളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡിസ്കഷനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സ് ആണ്. എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ? സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോ ആക്റ്റീവ്, നമ്മൾ സൈക്കോളജിക്കലി ആക്റ്റീവ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡറിൽ പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ആൽക്കഹോൾ അബ്യൂസ് ഡിസോർഡർ ഉണ്ട്, അതല്ലാതെ സബ്സ്റ്റൻസ് നമ്മളുടെ സിന്തറ്റിക് ഡ്രഗ്സ് അബ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഡിസോർഡേഴ്സ്, അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസിൽ വരുന്ന ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെയാണ് കോസൽ ഫാക്ടേഴ്സ് ഓഫ് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കോസൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും വേണം, അത് എക്സാം പേപ്പറിൽ എഴുതാൻ വേണം. അതായത് പറയാൻ നമുക്ക് ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, അതായത് ജെനറ്റിക്സ്, നമ്മുടെ ഹെറിഡിറ്ററിയിൽ എന്താ പറയാ, ഹെറിഡിറ്ററിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ അച്ഛനോ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് അതെങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂറോ ബയോളജി, അതായത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് ലൈക്ക് ഡോപ്പമിൻ, അതിൻ്റെയൊക്കെ ഇൻബാലൻസസ് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജെനറ്റിക്സ് നമ്മൾ പറഞ്ഞു. അതേപോലെ സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സുകൾ ഉണ്ട്, അതായത് പാരന്റൽ പ്രശ്നങ്ങൾ, നമ്മുടെ പാരന്റൽ ഇഷ്യൂസ്, പാരന്റൽ ഗൈഡൻസ് കാരണം വരുന്നത്, സൈക്കോളജിക്കൽ വൾനറബിലിറ്റി, അതായത് നമ്മൾ സൈക്കോളജിക്കൽ വൾനറബിലിറ്റീസ് ഉണ്ടല്ലോ, ലൈക്ക് നമ്മളുടെ ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ, നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം, അങ്ങനത്തെ വൾനറബിലിറ്റീസ്. അതേപോലെ തന്നെ സ്ട്രെസ്, ടെൻഷൻ, ഇതല്ലാതെ സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വെസ്റ്റേൺ സിവിലൈസേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോസൽ ആൽക്കഹോൾ യൂസസ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അല്ലാതെ സോഷ്യൽ കൾച്ചറൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ സോഷ്യൽ കൾച്ചറിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ പറയാറുണ്ട്, കുറച്ച് 2 പെഗ്ഗെങ്കിലും അടിക്കുന്ന ആണുങ്ങളാണ് സൂപ്പർ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ കൾച്ചറൽ സംഭവങ്ങളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇത് അബ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കോസൽ ഫാക്ടേഴ്സ് വരുമ്പോൾ ബയോളജിക്കൽ എഴുതണം, സൈക്കോളജിക്കൽ എഴുതണം, സോഷ്യൽ എഴുതണം. ക്ലിയർ? ബയോളജിക്കൽ വരുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് എന്തായാലും എഴുതിയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഹെറിഡിറ്ററിനെ കുറിച്ച് എന്തായാലും എഴുതിയിരിക്കണം. സൈക്കോളജിക്കൽ വരുന്ന ടൈമിൽ നമ്മുടെ സൈക്കോളജിക്കൽ വൾനറബിലിറ്റി, പാരന്റൽ ഇഷ്യൂസ് അതെല്ലാം എഴുതണം. ഓക്കെ, ഇതാണ് കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓടിച്ചു വിടുന്നുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. സോ സെക്കൻഡിലോട്ട് വരുമ്പോൾ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി കോസൽ ഫാക്ടേഴ്സിൽ പറഞ്ഞു എന്തൊക്കെയാണ് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ പാരന്റൽ ഇഷ്യൂസ്, സ്ട്രെസ്, ടെൻഷൻ, അതേപോലെ നമ്മുടെ സക്സസ്, എന്തെങ്കിലും നമ്മൾ കാര്യത്തിൽ സക്സീഡ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനത്തെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അബ്യൂസിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയണം.
Then clinical picture of alcohol related disorders. Clinical picture of alcohol related disorders എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? അതായത് എങ്ങനെയാണ് ഈ ആൽക്കഹോള് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഭാഗത്തിനെയും, നമ്മുടെ ലൈഫിന്റെ ഓരോ പാർട്സിനെയും എങ്ങനെയാണ് ആൽക്കഹോൾ അബ്യൂസ് എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ബ്രെയിനിന്, നമ്മൾ ആൽക്കഹോൾ എപ്പോഴും ഒരു ഡിപ്രസന്റ് ആണ്. അതായത് നമ്മുടെ ബ്രെയിനിനെ ഡിപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെഡേറ്റീവ് ആയിട്ടാണ് ആൽക്കഹോൾ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ബ്രെയിനിനെ ഉറക്കി കടത്താണ് ആൽക്കഹോൾ ചെയ്യുന്നത്. സോ അതിന് വരുന്ന ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് എന്തൊക്കെ ഇമ്പയർമെന്റ് ആണ് വരുന്നത്, ഇപ്പൊ നമ്മളെ ജഡ്ജ്മെന്റിൽ, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഈ ഒരു ആൽക്കഹോള് എന്ത് ചെയ്യാം, ഇമ്പയർമെന്റ് ഉണ്ടാക്കാം. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾക്ക് കുറെ നല്ല ഡിസിഷൻസ് മേക്ക് ചെയ്യാനോ ജഡ്ജ്മെന്റ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം അവരുടെ ബ്രെയിനിനെ അത് തളർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിപ്രസീവ് ആക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ എഫക്ട്സ്, അതായത് നമ്മൾ ലിവറിന് കേടുണ്ടാക്കുന്നുണ്ട്, അങ്ങനത്തെ കുറെ ഫിസിക്കൽ എഫക്ട്സ് ഉണ്ട്. സോ നിങ്ങൾ ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ എങ്ങനെയാണ് നമ്മളെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത്. അതായത് നമ്മുടെ ബ്രെയിൻ അല്ല, നമ്മളെ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നത്, അതിൽ ബ്രെയിൻ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിസിക്കലി നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ ആയിട്ട് അതായത് നമുക്കറിയാം ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരുടെ സോഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ ഭയങ്കര ഇമ്പയർഡ് ആയിരിക്കും. അത് അങ്ങനെ എഫക്ട് ചെയ്യുന്നു. അല്ല, നമ്മൾ സൈക്കോളജിക്കലി നമ്മളിങ്ങനെ എഫക്ട് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇതല്ലാതെ സിവിയർ ആൽക്കഹോൾ കാരണം നമുക്ക് സൈക്കോസിസ് വരാൻ പറ്റും. സൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാലുസിനേഷൻസ് ആൻഡ് ഡെലൂഷൻസ് വരുന്നതാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ സിവിയർ അബ്യൂസ് കാരണം നമുക്ക് ഇതൊക്കെ വരാം. സോ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ക്ലിനിക്കൽ പിക്ചറിൽ എഴുതുന്നത്. കോസൽ ഫാക്ടേഴ്സ് വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണെന്നും, ക്ലിനിക്കൽ പിക്ചറിലേക്ക് വരുമ്പോൾ ഇത് കാരണം, ഈ ആൽക്കഹോൾ അബ്യൂസ് കാരണം നമുക്ക് വരുന്ന എഫക്ട്സ് ആണ് എഴുതേണ്ടത്. അതിൽ നിങ്ങൾ ബ്രെയിനിൽ വരുന്ന എഫക്ട് എഴുതണം, സോഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്ന എഫക്ട് എഴുതണം, സൈക്കോളജിക്കൽ എഫക്ട് എഴുതണം, അതുപോലെ ഫിസിക്കൽ എഫക്റ്റും എഴുതണം. ഇതാണ് ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. അതല്ല ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോമിനെ കുറിച്ച് ഫോർത്തിൽ പറയുന്നത്. ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്താണ്? നമുക്കറിയാം, ഡിപ്പെൻഡന്റ് ആയി പോകുന്ന, അതായത് നമുക്ക് ആൽക്കഹോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഡിപ്പെൻഡൻസിലേക്ക് വരുന്നത്. അതിൽ ആൽക്കഹോൾ നിർത്തിയ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഡിപ്പെൻഡൻസ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ്, ഈ 4 ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ ഡ്രഗ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡ്രഗ്സ് ആൻഡ് സബ്ടൈപ്സ്, അതിൽ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. ഒപ്പിയം എന്ന് പറഞ്ഞാൽ പോപ്പി പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഡ്രഗ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മോർഫിൻ ഉണ്ട്, ഹെറോയിൻ ഒക്കെ അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ട ഒപ്പിയം എന്താണെന്നും ഒപ്പിയം കൊണ്ട് ഉണ്ടാവുന്ന എഫക്ട്സുകൾ, ഒപ്പിയം കാരണം നമ്മളെ ബോഡിക്ക്, നമ്മളെ സോഷ്യൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒപ്പിയം വരുമ്പോൾ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ, അതേപോലെ തന്നെ നമ്മുടെ സെറാട്ടോണിൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ട്രിഗർ ആവുന്നുണ്ട്. ഡോപ്പമിനൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് കൂടുതൽ. സോ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ബയോളജിക്കൽ എഫക്ട്സിലാണ് നമ്മൾ ഇതൊക്കെ വരുന്നത്. പിന്നെ അതല്ലാതെ സോഷ്യൽ എഫക്റ്റുകൾ, ടിപ്പിക്കലി നമ്മള് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കള്ളം പറയാൻ, സ്റ്റീൽ ചെയ്യാൻ ഒക്കെ ഒപ്പിയം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെ കാട്ടാനുള്ള ചാൻസസ് കുറവാണ്. സോ നമ്മൾ ഒപ്പിയത്തിനെ കുറിച്ച് എഴുതുമ്പോൾ എന്താണ് ഒപ്പിയം, വാട്ട് ഇസ് ഒപ്പിയം, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഒപ്പിയം, അതേപോലെ വാട്ട് ആർ ദ കോസൽ ഫാക്ടേഴ്സ് ഓഫ് ഒപ്പിയം എന്നുള്ളത് നമ്മൾ എഴുതണം. ദെൻ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, അതായത് ഹെറോയിൻ ആൻഡ് മോർഫിനെ കുറിച്ചും നമ്മൾ എഴുതണം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഒപ്പിയത്തിന്റെ സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഫിസിക്കലി ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. വോമിറ്റിംഗ് വരാം, അതേപോലെ തന്നെ യൂഫോറിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് യൂഫോറിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സ്ട്രീം ഹാപ്പിനെസ് അല്ല, അതിനെന്താ പ്രശ്നം? അങ്ങനെയല്ല, എക്സ്ട്രീം എനർജി ആയിരിക്കും, എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരിക്കും, അവർക്ക് അപ്പിറ്റേറ്റ് ഉണ്ടാവില്ല, അവർക്ക് സ്ലീപ്ലെസ്നെസ് ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഒപ്പിയത്തിന്റെ സൈഡ് എഫക്ട്സ്. ഇതല്ലാതെ ഒരുപാടുണ്ട്, അതൊക്കെ നോക്കി പഠിച്ചിട്ട് പോവാം. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ്സും എഴുതാം.
ഓക്കെ, ദെൻ നമ്മൾ ഹാലുസിനോജൻസ് ആണ് പറയുന്നത്. ഹാലുസിനോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലുസിനേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹാലുസിനോജൻസ് എന്ന് പറയുന്നത്. ഹാലുസിനേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, അതാണ് ഹാലുസിനോജൻസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? നമ്മൾ LSD, MDMA, മരിജ്വാന പോലത്തെ ഡ്രഗ്സ് ഒക്കെയാണ് ഹാലുസിനേഷൻ. മരിജ്വാന എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഞ്ചാവ് ഒക്കെയാണ് ഈ ഹാലുസിനോജൻസ് ഉണ്ടാക്കാനായിട്ട് ഇതാക്കുന്ന ഡ്രഗ്സ്. സോ ഹാലുസിനോജൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഹാലുസിനോജൻസ് എന്ന്? ഹാലുസിനേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഹാലുസിനോജൻസ് എന്ന് പറയുന്നത്. അതിൽ LSD വരുന്നുണ്ട്, MDMA വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡ്രഗ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. LSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ലൈക്ക് വൈസ് മരിജ്വാന അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഇന്നൊരു ലീവ്സിൽ നിന്നാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റും, ഇതിന്റെ എഫക്ട്സ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഹാലുസിനോജൻസിന്റെ അടിയിൽ എഴുതി വെക്കാം. വാട്ട് ഈസ് ഹാലുസിനോജൻസ്, അതിന്റെ ടൈപ്സ് അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന അല്ലെങ്കിൽ ഹാലുസിനേഷൻസിന് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നും അതിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ മാർക്കിനനുസരിച്ച് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ചോദിച്ചിട്ട് 2023 ചോദിച്ചിട്ടുള്ളതാണ് കൊക്കൈനെ കുറിച്ച്. കൊക്കൈൻ ഒക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സിലബസിൽ പറയുന്നതാണ്. കൊക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊക്ക ബുഷിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ് കൊക്കൈൻ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ പറയുന്നത് കൊക്കൈൻ എങ്ങനെയാണ് എഫക്ട്. ഇതുവരെ പറഞ്ഞതിന് എന്താണ് കൊക്കൈൻ, അതിന്റെ എഫക്ട്സുകൾ എന്താണ്. ഇപ്പൊ നമ്മള് ഒപ്പിയത്തിൽ പറഞ്ഞ പോലെ യുഫോറിയ ആണോ അല്ലെങ്കിൽ ഡിപ്രസീവ് ആണോ, അങ്ങനത്തെ എഫക്ട്സുകൾ എന്താണെന്നും എഴുതുക. കൊക്കൈൻ എന്താണെന്നും അതിന്റെ സിംറ്റംസ് എന്താണെന്നും ഒക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. കൊക്കൈൻ്റെ വരുമ്പോൾ കൊക്കൈൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഫിസിക്കലി കൊക്കൈൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, നോസിയ ഉണ്ടാക്കുന്നുണ്ട്. ഇതല്ലാതെ സൈക്കോളജിക്കലിയും കൊക്കൈൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര യൂഫോറിയ കൂടുതലായിരിക്കും കൊക്കൈനിലേക്കൊക്കെ വരുമ്പോൾ. അതേപോലെ ആംഫെറ്റാമൈൻസിനെ കുറിച്ചാണ് ഈ ഡ്രഗ്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആംഫെറ്റാമൈൻസ് സെയിം ആണ്, നമ്മൾ യൂഫോറിയ നമ്മളെ എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, നമ്മള് എനർജറ്റിക് ആക്കുന്ന ഈ ആംഫെറ്റാമിൻസിന്റെ അണ്ടറിലാണ് മെയിൻലി MDMA ഒക്കെ വരുന്നത്, സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ വരുന്നത്. അതായത് ഒരു 4 days ഒക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഉണർന്നിരിക്കാൻ നമ്മൾ ഇതാക്കുന്ന ഒരു ഡ്രഗ് ആണ് ആംഫെറ്റാമിൻസ്. ആംഫെറ്റാമിൻസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ആംഫെറ്റാമൈൻസ് എന്ന് പറയുന്നത്. ഈ ആംഫെറ്റാമൈൻസിൽ വരുമ്പോൾ സെയിം ഫിസിക്കൽ ആയിട്ട് നമ്മൾ എനർജി കൂടുമ്പോൾ നമുക്ക് ഉറക്കമുണ്ടാവില്ല, നമുക്ക് ആപ്പറ്റൈറ്റ് ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, എല്ലാം കൂടുതൽ. കാരണം ഹൈ എനർജിയാണ്. ആ എനർജി നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതായത് 4-5 ദിവസം നമ്മൾ ഉണർന്നിരിക്കുക, അതായത് നമുക്ക് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് ഉറങ്ങാനേ തോന്നില്ല, അത്രയും എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ അണ്ടറിലാണ് MDMA പോലത്തെ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത്, MDMA പോലത്തെ ഡ്രഗ്സ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിന്റെ എഫക്ട്സ്, ഈ ആംഫെറ്റാമിൻസ് പോലത്തെ ഇതൊക്കെ സൈക്കോസിസ് ഒക്കെ കൊണ്ടുവരാൻ ഭയങ്കര ചാൻസസ് ഉള്ളത് ഒന്നാണ് ആംഫെറ്റാമിൻസ്, കൊക്കൈൻ പോലത്തെ ഡ്രഗ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ദെൻ സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസീവ് ആക്കുന്ന ഒരു ഡ്രഗാണ്. അതിൽ നമ്മൾ ബാർബിറ്റുറേറ്റ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിഷ്യൻസ് ഒക്കെ നമുക്ക് എഴുതി തരുന്ന, ന്യൂറോളജിസ്റ്റ് ഒക്കെ നമുക്ക് എഴുതി തരുന്ന ഈ ഗുളികകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അബ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ നമ്മൾ സെഡേറ്റീവ്സ് എന്ന് പറയാം. അതിൽ വരുന്നതാണ് ഈ ഡിപ്രസൻസ് അല്ലെങ്കിൽ സെഡേറ്റീവ്സിൽ വരുന്നതാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. നമ്മളെ സെഡേറ്റീവ് ആക്കുന്ന, നമ്മൾ ഡിപ്രസീവ് ആക്കുന്നതാണ്, നമ്മുടെ ബ്രെയിനിനെ ഡിപ്രസീവ് ആയിട്ട് സ്ലോ ആക്കുന്നതിനാണ് നമ്മൾ സെഡേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ബാർബിറ്റുറേറ്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബാർബിറ്റുറേറ്റ്സ് വരുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഫിസിഷ്യൻസ് ഒക്കെ നമ്മുടെ ഇപ്പോൾ കുറച്ച് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിനെ കാം ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഈ പറയുന്ന മെഡിസിൻസിനൊക്കെ അബ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിപ്രസീവ് ഇത് വരുന്നത് അല്ലെങ്കിൽ സെഡേഷൻ വരുന്നത്. സോ അതിന് അബ്യൂസ് ചെയ്യുന്നതാണ് സെഡേറ്റീവ്സ്. അങ്ങനത്തെ ഡ്രഗ്സ് ആണ് സെഡേറ്റീവ്സ്. പിന്നെ കമ്പയർ സ്റ്റിമുലൻസ് ആൻഡ് സെഡേറ്റീവ്സ് എന്ന് 2024-ലും 2022-ലും ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ സ്പീഡ് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇപ്പൊ സ്റ്റിമുലൻസ് ആൻഡ് സെഡേറ്റീവ്സിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി കഫൈൻ നമുക്ക് പറയാം, അതൊരു സ്റ്റിമുലന്റ് ആണ്.
അതായത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്, അലേർട്ട് ആക്കി വെക്കുന്ന ഒരു സാധനമാണ് സ്റ്റിമുലൻസ്. സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്രസീവ് ആയിട്ട് സ്ലോ, സ്ലീപ്ലെസ്സസ് അതൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് സെഡേറ്റീവ്സ്. അപ്പോൾ ഡ്രഗ്സിലോട്ട് വരുമ്പോൾ വരുന്നത് ഒപ്പിയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ബാക്കിയുള്ളത് വായിച്ചു പോകുന്നുണ്ട്. ഇത് മാത്രമാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവർ കുഞ്ഞ് നമ്മൾ വിട്ടുപോകുന്ന ഒരുപാട് സംഭവത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഒപ്പിയത്തിനെ കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ട്. ഹാലുസിനോജൻസിനെ, കൊക്കെയിൻ, ആംഫെറ്റാമിൻസ്, സെഡേറ്റീവ്സ്, അതേപോലെ തന്നെ സ്റ്റിമുലൻസിനെ കുറിച്ചും അവർ ചോദിച്ചിട്ടുണ്ട്. ഒപ്പിയം, ഹാലുസിനോജൻസ് ഒന്നും എന്തായാലും മറക്കാതിരിക്കുക, കാരണം 2 കൊല്ലത്തിനും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിൽ തന്നെ പിന്നെ നമ്മളോട്ട് വരുമ്പോൾ സമയത്ത് ജനറൽ ആയിട്ട് ചോദിക്കുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് എന്താണ്, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്താണ്, അതിനെ കുറിച്ചൊക്കെ. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ 2 marks 3 marks, അതായത് നിങ്ങൾ ആ ഒരു നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, മാർക്സ് അനുസരിച്ച് അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. പിന്നെ ഇതിന് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുക, അതിന്റെ തെറാപ്പീസ്, അതായത് ട്രീറ്റ്മെന്റ്സ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതേപോലെ റിലാപ്സ് തിരിച്ച് അതിലോട്ട് തന്നെ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു മൊഡ്യൂളിലോട്ട് വരുമ്പോൾ പറയുന്നത്. ആൽക്കഹോൾ അബ്യൂസിൽ വരുമ്പോൾ അതിന്റെ കോസൽ ഫാക്ടേഴ്സ്, അതിന്റെ ക്ലിനിക്കൽ പിക്ചർ, ഇത് രണ്ടാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഡ്രഗ്സിലേക്ക് വരുമ്പോൾ ഒപ്പിയം, ഹാലുസിനോജൻസ്, സെഡേറ്റേഴ്സ്, ആംഫെറ്റാമിൻ, കൊക്കൈൻ, സത്യം പറഞ്ഞാൽ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതല്ലാതെ അതിന്റെ തെറാപ്പി, ഇതിനൊക്കെ കൊടുക്കുന്ന തെറാപ്പീസ് എന്താണെന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിലോട്ട് പോവാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ പറയുമ്പോൾ സ്കീസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, അതാണ് മൊഡ്യൂൾ 2. ഭയങ്കര വെയിറ്റേജ് വരുന്ന ഒരു മൊഡ്യൂളാണ് സ്കീസോഫ്രീനിയയുടെ മൊഡ്യൂള്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇവർ ഈ ഒരു മൊഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങൾ സ്കീസോഫ്രീനിയ, അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സ്കീസോഫ്രീനിയനെ കുറിച്ച് നമുക്ക് പറയാം. സ്കീസോഫ്രീനിയനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ, പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്ന സിംറ്റംസിനെയാണ് നമ്മൾ പോസിറ്റീവ്, അല്ലാണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള സിംറ്റംസ് അല്ല അത്. അതായത് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സിംറ്റമാണ് പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. അത് ഏതൊക്കെയാണ്? ഹാലുസിനേഷൻസ്, അതായത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഹാലുസിനേഷൻസ് ഉണ്ടാവില്ല. സോ ഹാലുസിനേഷൻസ്, അതായത് ഒരു ഫോൾസ് പെർസെപ്ഷനെ കൊടുക്കുകയാണ്. അതായത് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഡെല്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. അതിനാണ് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് സിംറ്റംസിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിന് മൈനസ് ചെയ്യണം, നമ്മൾ നോർമൽ ലൈഫിൽ നിന്ന് മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതായത് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പോവർട്ടി ഓഫ് സ്പീച്ച് വരും, അതായത് നമുക്ക് വർത്തമാനം പറയാനുള്ള ബുദ്ധിമുട്ട്, ഡിപ്രഷൻ വരും, അതായത് നമ്മൾ സോഷ്യലി വലിയും, ഉള്ളിലോട്ട് വരും. അതായത് എന്തെങ്കിലും നെഗറ്റീവ്, നമ്മൾ അത്രയും വർത്തമാനം പറഞ്ഞ നാള് വർത്തമാനം പറയാതെയാവും. അതായത് നമുക്ക് ഒരു മൈനസ്, ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കുറയും, ഒരു സിംറ്റംസ് കുറയും. അതിനാണ് നമ്മൾ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. സ്കീസോഫ്രീനിയയിൽ ചില സമയത്ത് പോസിറ്റീവ് സിംറ്റംസ് പ്രോമിനന്റ് ആയിരിക്കും, ചില സമയത്ത് പോസിറ്റീവ് സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലാതെ നെഗറ്റീവ് സിംറ്റംസ് മാത്രം പ്രോമിനന്റ് ആയിട്ടുള്ള കേസസും ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ 2024, 25 and 21 ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ പിക്ചർ ഓഫ് സ്കീസോഫ്രീനിയ. അത് സെയിം ആണ്. ക്ലിനിക്കൽ പിക്ചർ ഓഫ് സ്കീസോഫ്രീനിയ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് റൈറ്റ് അബൌട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. ക്ലിയർ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയനെ കുറിച്ച്, ക്ലിനിക്കൽ പിക്ചറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതണം. ഇതല്ലാതെ നിങ്ങൾക്ക് സിംറ്റംസും കൂടിയും അതിൽ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ആൻഡ് യൂഷ്വൽ സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. ഫീച്ചേഴ്സ് ആൻഡ് യൂഷ്വൽ സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും DSM-5 ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. സ്പെസിഫിക്കലി DSM-5 ചോദിച്ചാൽ മാത്രം നിങ്ങൾ എഴുതി വെക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ പക്ഷെ DSM-5 നിങ്ങൾ പഠിക്കണം, ബിക്കോസ് അതിലാണ് സിംറ്റംസ് ഉള്ളത്. ആ സിംറ്റംസ് നിങ്ങളായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബട്ട് ഇറ്റ് ഇസ് ഗുഡ് ടു ലേൺ DSM-5, കാരണം DSM-5 ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് ഓർ യൂഷ്വൽ സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയുന്ന പോലെ, നമ്മൾ പറയുന്ന പോലെ ഹാലൂസിനേഷൻസ്, ഡെല്യൂഷൻസ്. ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് പെർസെപ്ഷൻ, അതായത് ഇല്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ പെർസീവ് ചെയ്യുക, ഇല്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ ട്രൂ ആയിട്ട് പെർസീവ് ചെയ്യുന്നതിന് നമ്മൾ
സ്കിസോ ഹാലുസിനേഷൻസ് എന്ന് പറയുന്നത്. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾട്ടി ആയിട്ടുള്ള ബിലീഫാണ്. അത് ഒരിക്കലും നമുക്ക് ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഇറാഷണൽ ആയിട്ടുള്ള, അതായത് ഒരിക്കലും ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ബിലീഫിനെയാണ് നമ്മൾ ഫോൾട്ടി ഡെല്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, അതായത് ഓർഗനൈസേഷൻ ഒന്നും ഉണ്ടാവില്ല, എന്തോ പറയുന്നത് ഇപ്പൊ പറഞ്ഞതാവില്ല അടുത്തത് പറയാം. അത് തോട്ട് ഡിസോർഡേഴ്സ് നന്നായിട്ടുണ്ടായിരിക്കും. അത് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, അതേപോലെ തന്നെ നിയോലോജിസം, അങ്ങനത്തെ കുറെ തോട്ട് ഡിസോർഡേഴ്സ് സ്കിസോഫ്രീനിയയില് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത കാര്യത്തിൽ അങ്ങനെ പോയിരിക്കും. അതേപോലെ തന്നെ ഡിറൈൽമെന്റ്, അതേപോലെ തന്നെ നമ്മൾ അതായത് ഒരു കാര്യത്തിൽ തുടങ്ങി ഏതോ കാര്യത്തിൽ പോയി അവസാനിക്കും, ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകും. അതൊക്കെയാണ് തോട്ട് ഡിസോർഡേഴ്സ്. അതൊക്കെ സ്കിസോഫ്രീനിയയുടെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇതല്ലാതെ നെഗറ്റീവ് സിംറ്റംസും പ്രസന്റ് ആണ്. അതായത് പോവർട്ടി ഓഫ് സ്പീച്ച്, അനഹെഡോണിയ, അതായത് ഹാപ്പിനെസ് ഇല്ലായ്മ, ആരോട് സംസാരിക്കാതിരിക്കുക, ആരെ കണ്ടാലും ഐ കോണ്ടാക്ട് ഒന്നും കീപ്പ് ചെയ്യാതിരിക്കുക, മുഖത്തേക്ക് നോക്കാതിരിക്കുക, അതൊക്കെയാണ് നെഗറ്റീവ് സിംറ്റംസിലേക്ക് വരുന്നത്. സോ ഇതിലേക്ക് സിംറ്റംസ് എഴുതുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും എഴുതേണ്ട വേറൊരു കാര്യങ്ങളാണ്, ഇത് എത്ര മന്ത്സ് വരെ വന്നാലാണ് അത് സ്കിസോഫ്രീനിയ ആയിരിക്കും. അപ്പൊ സ്കിസോഫ്രീനിയയുടെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 6 months ലാസ്റ്റ് ചെയ്താലാണ് ഇത് സ്കിസോഫ്രീനിയ എന്ന് നമ്മൾ പറയുന്നത്. അത് എത്ര മന്ത്സ് ലാസ്റ്റ് ചെയ്താലാണ് സ്കിസോഫ്രീനിയ ആവുക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ് നമ്മുടെ ഒക്യുപ്പേഷണൽ, അതേപോലെ തന്നെ ഒക്യുപ്പേഷണൽ, സോഷ്യൽ, പേഴ്സണൽ ലൈഫിനെയൊക്കെ ഇമ്പയർമെന്റ് ചെയ്യുന്നതായിരിക്കണം. ഇങ്ങനത്തെ ഒരു ഡയഗ്നോസിസിലെത്തണമെങ്കിൽ നമുക്ക് സോഷ്യൽ ലൈഫിൽ ഇമ്പയർ ചെയ്യണം, ഒക്യുപ്പേഷണൽ ലൈഫിൽ ഇമ്പയർ ചെയ്യണം, പേഴ്സണൽ ലൈഫിലൊക്കെ ഇമ്പയർ ചെയ്താലാണ് ഇതിലേക്ക് എത്തുക എന്നുള്ളതും. അതേപോലെ തന്നെ ഇത് ഒരു സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കരുത്, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഫിസിക്കൽ എഫക്ട്സ് കാരണോ അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നത് കാരണോ അങ്ങനെയൊന്നും വരുന്നതായിരിക്കരുത് സ്കിസോഫ്രീനിയ. അല്ലെങ്കിൽ ഒരു ഡ്രഗിനെ നമ്മൾ അബ്യൂസ് ചെയ്തതിന്റെ പേരിൽ വരുന്നതായിരിക്കില്ല സ്കിസോഫ്രീനിയ. അങ്ങനെ സ്കിസോഫ്രീനിയ വരും, അതിന് നമ്മൾ ഡ്രഗ് ഇൻഡ്യൂസ് സ്കിസോഫ്രീനിയ എന്നാണ് പറയാ. ഇത് വെറും സ്കിസോഫ്രീനിയ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിംറ്റംസിനെ കുറിച്ച് എഴുതി വെക്കുക. ദെൻ സബ് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? പാരനോയിഡ് വരുന്നുണ്ട്, കാറ്ററ്റോണിയ വരുന്നുണ്ട്, അതേപോലെ റെസിഡുവൽ വരുന്നുണ്ട്, ഡിസോർഗനൈസ്ഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അൺഡിഫറൻഷിയേറ്റഡ് വരുന്നുണ്ട്. അതായത് ഇതിന്റെയൊക്കെ സിംറ്റംസ് ഒക്കെ സത്യം ഇതൊക്കെ സ്കിസോഫ്രീനിയാണ്. ഇതിന്റെയൊക്കെ സിംറ്റംസ് കോമൺ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഹാലുസിനേഷൻസ്, ഡെല്യൂഷൻസ്, ഇതൊക്കെ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് പാരനോയിഡിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതലായിട്ട് സംശയ രോഗമായിരിക്കും കൂടുതൽ. ഇപ്പോൾ അതിൽ വരുന്ന ഡെല്യൂഷൻ ഓഫ് റെഫറൻസസ്, അതായത് ഡെല്യൂഷന്റെ ഒക്കെ ടൈപ്സ് ഓഫ് ഡെല്യൂഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വരുന്ന ഡെല്യൂഷൻ ഓഫ് റെഫറൻസസ്, അതായത് വേറെ അപ്പുറത്തെ ഒരാൾക്കാർ സംസാരിക്കുമ്പോൾ അവർ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ. അതേപോലെ ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ, അതായത് ആരോ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ആരോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, എപ്പോഴും തക്കം പാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ഡെല്യൂഷൻ ഓഫ് ജെലസി, അതായത് എന്റെ പാർട്ട്ണർ, മെയിൻലി ഇതാണ് ഏറ്റവും കൂടുതൽ പാരനോയിഡിൽ കണ്ടുവരുന്നത്. അതായത് എന്റെ പാർട്ട്ണർ ഭയങ്കര അൺഫെയ്ത്ത്ഫുൾ ആണ്, അവർക്കൊരു എക്സ്ട്രാ മാരൈറ്റ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ എക്സ്ട്രാ മാരൈറ്റൽ അഫയേഴ്സ് ബാക്കിയുള്ളവരായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പാരനോയിഡിലായിട്ട് വരുമ്പോൾ. കാറ്ററ്റോണിയ എന്ന് പറയുമ്പോൾ, കാറ്ററ്റോണിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരേ പൊസിഷനില് അവർക്ക് മണിക്കൂറുകളോളം അവിടെ നിൽക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ഒരാൾ മാറ്റുന്നത് വരെ മണിക്കൂറോ കഴിഞ്ഞാലും, അതായത് ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വേണമെങ്കിൽ അവർ അത് അങ്ങനെ നിൽക്കും. അതിനാണ് നമ്മൾ കാറ്ററ്റോണിയ എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടർ വരുന്ന സ്കിസോഫ്രീനിയനെ നമ്മൾ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറയും. അതിൽ നമ്മൾ വാക്സി ഫ്ലെക്സിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതല്ലാതെ പിന്നെ നമ്മൾ പറയും ഡിസോർഗനൈസ്, അവർ ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, അവർക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആയിരിക്കും. അവർ ഇപ്പൊ പറഞ്ഞ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത് വേറെ എന്തെങ്കിലും പറയണോ, അതിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടാവും. അതേപോലെ അവർ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞ റെസിഡുവൽ സ്കിസോഫ്രീനിയ, അതായത് വൺ ടൈം അവർക്ക് വന്ന് പോയിട്ടുണ്ടായിരിക്കും ഇൻ പാസ്റ്റ്, അത് കഴിഞ്ഞ് ഇപ്പൊ അവർക്ക് അതിന്റെ എപ്പിസോഡ്സോ അല്ലെങ്കിൽ അവർക്ക് ഒരു സിംറ്റംസും കാണിക്കുന്നുണ്ടാവില്ല, പാസ്റ്റിൽ അത് വന്ന് പോയിട്ടുണ്ടായിരിക്കും. ഇനി അതല്ലാതെ പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ്, ഇതിൽ പാരനോയിഡ് ഉണ്ടായിരിക്കും, കാറ്ററ്റോണിയയുടെ ഉണ്ടായിരിക്കും, ഡിസോർഗനൈസ്, ഇതിന്റെ എല്ലാത്തിന്റെയും സിംറ്റംസ് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്
അൺഡിഫറൻഷിയേറ്റ്, നമുക്ക് എന്താ പറയുക ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ടൈപ്സ്. ഇതല്ലാതെ ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് കുട്ടിക്കാലത്ത് വരുന്ന സ്കിസോഫ്രീനിയ നമ്മൾ ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ബട്ട് മെയിൻലി ഇതാണ് പാരനോയിഡ്, കാറ്റസോണിക്, റെസിഡുവൽ, ഡിസോർഗനൈസ് ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇത് പഠിക്കാനും ഭയങ്കര ഈസി അല്ല, നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ട് വേഗം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒറിജിൻ ഓഫ് സ്കിസോഫ്രീനിയ. ഒറിജിൻ ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒറിജിൻ ഓഫ് സ്കിസോഫ്രീനിയ. ഇത് അത്രയ്ക്കും ചോദിച്ച് കണ്ടിട്ടില്ലാത്ത, ഞാനൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ 2022 ചോദിച്ചതുകൊണ്ട് നമ്മൾ നോക്കിയേ പറ്റൂ. അതായത് ആദ്യം എം.എൽ. ക്രേപ്ലനാണ് സ്കിസോഫ്രീനിയയെ കുറിച്ച് ആദ്യം സംസാരിച്ചത്. അദ്ദേഹമാണ് സ്കിസോഫ്രീനിയയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്, എം.എൽ. ക്രേപ്ലിൻ. അത് കഴിഞ്ഞിട്ട് യൂഗൻ ബ്ലൂലർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ് ആ ഒരു സ്കിസോഫ്രീനിയ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നാണ് സ്കിസോഫ്രീനിയ അദ്ദേഹം വിശേഷിപ്പിച്ചത്. സോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അതില് യൂഗൻ ബ്ലൂവർ എന്ന് പറയുന്ന ആള് 4 A's കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് സ്കിസോഫ്രീനിയയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒറിജിൻ ഓഫ് സ്കിസോഫ്രീനിയ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അതായത് എങ്ങനെയാണ് ആ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതിലേക്ക് ഒരു എവല്യൂഷൻ എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഞാൻ ഈ ബ്ലൂലർ എന്ന് പറയുന്ന ആളെ കുറിച്ചും ആസ് വെൽ ആസ് എം.എൽ. ക്രേപ്ലിൻ എന്ന ആളെ കുറിച്ചും എന്തായാലും പറയണം. പിന്നെ എങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് സിംറ്റംസിലേക്ക് എത്തി, റിസർച്ചേഴ്സ് എത്തി എന്നുള്ളതൊക്കെ അതാണ് ഒറിജിൻ ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി. പിന്നെ കോസൽ ഫാക്ടേഴ്സ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോസൽ ഫാക്ടേഴ്സിലോട്ട് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ബയോളജിക്കൽ, ഹെറിഡിറ്ററി. സ്കിസോഫ്രീനിയ എന്നുള്ളത് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ്. അതായത് ഒരു മെയിൻലി 25th ഏജിലൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ അതിന്റെ കാരണം ഹെറിഡിറ്ററി തന്നെയായിരിക്കും. അധികം കാരണം ഹെറിഡിറ്ററി ആണ്. ഇതല്ലാതെ ഡോപ്പമിൻ, സെറാട്ടോണിൻ പോലത്തെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഇംബാലൻസ് കാരണം വരാൻ ചാൻസ് ഉണ്ട്. ഇതല്ലാതെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റ് സിറ്റുവേഷൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ സ്കിസോഫ്രീനിയയുടെ ഒരു കോസൽ ഫാക്ടേഴ്സ്. അത് ഭയങ്കര ഡീപ്പായിട്ട് വായിക്കാം. ഓക്കെ, ഇതല്ലാതെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് നമുക്ക് സ്കിസോഫ്രീനിയ വരാം. ഡ്രഗ്, അതായത് ഇപ്പോ നമ്മളിപ്പോ MDMA പോലത്തെ ഇതൊക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി MDMA ഹാലൂസിനോജൻ ആണ്, ഹാലൂസിനേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അതൊരു 4 days ഒക്കെയാണ് അതിന്റെ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് എഫക്ട് വരുന്നത്. ആ 4 days കഴിഞ്ഞിട്ട് അത് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സൈക്കോസിസിലോട്ട് പോകും. അത് സൈക്കോസിസ് 6 months ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്കിസോഫ്രീനിയയിലോട്ട് വരും. ഓക്കെ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് നമുക്ക് സ്കിസോഫ്രീനിയ വരാം. ക്ലിയർ? നമ്മൾ സ്കിസോഫ്രീനിയ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൽ തന്നെ വരുന്ന അതർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡെല്യൂഷൻ, ഞാൻ പറഞ്ഞു ഡെല്യൂഷനെ കുറിച്ച് എന്തായാലും പഠിക്കണം. ഡെല്യൂഷൻസ് എന്താ? ഫോൾട്ടി ആയിട്ടുള്ള, ഒരിക്കലും തകർക്കാൻ പറ്റാത്തതായിട്ടുള്ള ബിലീഫ്. അത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അത് ബിലീവ് ചെയ്യും. അതാണ് ഡെല്യൂഷൻ. ഡെല്യൂഷന്റെ ടൈപ്സ് ഉണ്ട്. എറാട്ടമാനിക് ഉണ്ട്, ഡെല്യൂഷൻ ഓഫ് ജെലസ് ഉണ്ട്, ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂട്ടറി ഉണ്ട്, ഡെല്യൂഷൻ ഓഫ് റെഫറൻസ്. അതായത് ഡെല്യൂഷൻ ഓഫ് എറാട്ടമാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, എനിക്കാണ് ആ ഡെല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ചിലപ്പോൾ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആള് എന്നെ ആയിട്ട് ഒരു സീക്രട്ട് റിലേഷൻഷിപ്പിലാണ്, അത് ആർക്കും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കും. അതായത് വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ പറഞ്ഞ നോണ പറയും, അങ്ങനെയല്ല. എനിക്കത് ഭയങ്കര വിശ്വാസമായിരിക്കും. ഞാൻ വിചാരിക്കും അയാൾ എന്നെ വിളിക്കുന്നുണ്ട്, അയാൾ എന്നെ സംസാരിക്കുന്നുണ്ട്, അയാളെ ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് അയാള് TV ഷോസിൽ വരുന്നത്, എങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് ഡെല്യൂഷൻ ഓഫ് എറോട്ടമാനിയ. ഇനി ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂട്ടറി ഉണ്ട്. അതായത് ഒരാളിനെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കാതെ, നമ്മൾ ആരോ ഹാം ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറയുന്നതാണ് പെർസിക്യൂട്ടറി. ഇനി ഡെല്യൂഷൻ ഓഫ് റെഫറൻസിലോട്ട് വരുമ്പോൾ അത് നമ്മളെ കുറിച്ച് ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ എന്റെ കുറച്ച് ഫ്രണ്ട്സ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും അവർ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ആരെങ്കിലും അപ്പുറത്ത് സംസാരിക്കുന്നത് അത് എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുന്നതാണ് ഡെല്യൂഷൻ ഓഫ് റെഫറൻസ്. ഇത് അതായത് ഡെല്യൂഷൻ ഓഫ് ജെലസി ഉണ്ട്. അതായത് വേറെ ഒരു എന്റെ പാർട്ട്ണർ വേറെ ആരെങ്കിലും ആയിട്ട്
റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് വിചാരിക്കുന്നതാണ്. അത് ഇതിനകത്ത് ബിസയർ ഡെലൂഷൻ ഉണ്ട്. ബിസയർ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ലോജിക് ഇല്ലാത്ത, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ ഇടയ്ക്ക് മീനാവുന്നുണ്ട്, ഞാൻ കടലിൽ പോയിട്ട് മീനാവും, ഇടയ്ക്ക് ഞാൻ മനുഷ്യനാവും. അതൊക്കെ ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അങ്ങനത്തെയാണ് ബിസയർ ഡെലൂഷൻ എന്ന് പറയുന്നത്. നോൺ ബിസയർ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ സംടൈം അത് ഹാപ്പൻ ചെയ്തേക്കാം, അത് കുറച്ചെങ്കിലും ലോജിക് ഉള്ള കാര്യങ്ങളായിരിക്കും നോൺ ബിസയർ ഡെലൂഷൻ. അങ്ങനെ ഡെലൂഷൻ ഉണ്ട്, അതിന്റെ ടൈപ്പ് ഓഫ് ഡെലൂഷൻ ഉണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡെലൂഷൻ, ഹാലുസിനേഷൻ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് ഡെലൂഷനും ഹാലുസിനേഷനും ഒക്കെ. ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് പെർസെപ്ഷൻ, അതായത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോ എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് നോക്കുന്ന ടൈമിൽ എനിക്ക് ലാപ്ടോപ്പ് ഒരു ഒരു പാമ്പിനെ പോലെയാണ് കാണുന്നുണ്ടാവുക. അതായത് ഞാൻ പെർസീവ് ചെയ്യുന്നത് ഈ ലാപ്ടോപ്പിനെ ഒരു പാമ്പായിട്ടായിരിക്കും ഞാൻ പെർസീവ് ചെയ്യുന്നത്. സോ അങ്ങനത്തതാണ് ഈ ഒരു ഹാലുസിനേഷനും ടൈപ്സ് ഉണ്ട്. നമുക്ക് അറിയാവുന്നതാണ് വിഷ്വൽ, അതൊന്നും അത്രയും ഭയങ്കര പാടുപെടേണ്ട കാര്യമൊന്നുമല്ല. ഓഡിറ്ററി ഉണ്ട്, ടാക്ടൈൽ ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഓൾഫാക്ടറി ഉണ്ട്. അതായത് കണ്ണിന് നമ്മൾ കാണുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നത്. അത് സെക്കൻഡറി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരു പേഴ്സൺ നിന്ന് സംസാരിക്കുന്നത്, 3-4 തേർഡ് പേഴ്സൺ നിന്ന് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട് ചെവിയില്. അതേപോലെ തന്നെ ടാക്ടൈൽ, നമ്മൾ ബോഡിയിൽ എന്തെങ്കിലും അരിക്കുന്ന പോലെയോ ചൂട് തട്ടുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ടാക്ടൈൽ ഹാലുസിനേഷൻ. ഇനി ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്യാസിന്റെ സ്മെല്ല്, ഒരു ആവശ്യമില്ലാതെ ഗ്യാസിന്റെ സ്മെല്ല് അടിക്കുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഓൾഫാക്ടറി പറയുന്നുണ്ടെങ്കിൽ. ക്ലിയർ? ഇനി അലോജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ സ്കിസോഫ്രീനിയയിൽ വരുന്ന ഒരു സിംറ്റം ആണ് അലോജിയ. പോവേർട്ടി ഓഫ് സ്പീച്ച്, അതായത് സംസാരം കുറയ്ക്കുക, അതാണ് മെയിൻലി. അതായത് ചിലപ്പോൾ അവരോടൊരു ഒരു വലിയ എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അവരൊരു വേർഡിൽ അത് പറഞ്ഞു നിർത്തുമായിരിക്കും. അതല്ലെങ്കിൽ അവര് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കുമായിരിക്കും അടുത്ത കാര്യം പറയാനായിട്ട്. അതാണ് പോവേർട്ടി ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറയുന്നത്. അതാണ് അലോജിയ. ഓക്കെ, അതിൽ തന്നെ വരുന്നത് ഇതൊക്കെ. പിന്നെ വരുന്നത് നിയോലോജിസം ആണ്. നിയോലോജിസം ഒക്കെ തോട്ട് ഡിസോർഡർ ആണ്. തോട്ട് ഡിസോർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ തന്നെ ഉള്ളതാണ് ഫോമൽ തോട്ട് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഫോമൽ തോട്ട് ഡിസോർഡേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ടേംസും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആയാലും നിയോലോജിസം ആയാലും ഇതൊക്കെ തോട്ടിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ്. നിയോലോജിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്തൊരു വേർഡ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു വേർഡ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാനൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്ന സമയത്ത് അതിലൊരു പേഷ്യന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വയറ്റില് ഒരു ഓട്ടയുണ്ട്, ആ ഓട്ടയിൽ കൂടെ വെള്ളമെല്ലാം ചോർന്ന് ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ ഓട്ടയ്ക്ക് അയാൾ ഒരു പേര് ഇട്ടിരുന്നു, ഞാനിപ്പോ റിമെമ്പർ ചെയ്യുന്നില്ല. അങ്ങനെ അവർ സ്വന്തമായിട്ടൊരു പേര് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നിയോലോജിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ടേംസ് ആണ്. ഇതൊക്കെ 1 വേർഡ് ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ നിയോലോജിസം ഒക്കെ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമൽ തോട്ട് ഡിസോർഡർ ആണെന്നും അതിൽ വരുന്ന അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ദെൻ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്. ഇതിൽ പറയുന്നതാണ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ. ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഡെഫിനിഷണൽ ക്രൈറ്റീരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ DSM-5 എഴുതുന്നത് വളരെ നന്നായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയ ഉണ്ട്. അത് 2023-ലും 2025-ലും 20, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 3 years ചോദിച്ചിട്ടുള്ളതാണ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ. അതായത് നമ്മുടെ 6 മാസത്തിനുള്ളിൽ ആ സ്കിസോഫ്രീനിയ സൈക്കോസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാ പറയാം. 6 മാസം നീണ്ടു നിന്നാലാണെന്ന് അത് സ്കിസോഫ്രീനിയ ആയിട്ട് പറയുള്ളൂ. അതല്ലെങ്കിൽ അത് സ്കിസോഫ്രീനിയ അല്ല, അതെന്താണ്, ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ ആണ്. ഇനി പിന്നെ പറഞ്ഞുള്ളത് സ്കിസോഫ്രീനിഫോം ഡിസോർഡർ ആണ്. സ്കിസോഫ്രീനിഫോം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അറ്റ്ലീസ്റ്റ് എ മന്ത് എങ്കിലും നമുക്ക് സൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു സൈക്കോസിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടായിരിക്കും ഈ സ്കിസോഫ്രീനിഫോം. അതായത് സ്കിസോഫ്രീനി ആയിട്ടൊന്നും ഇതിനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദെൻ സ്കിസോ അഫക്റ്റ് ഇതുപോലെ ഒന്നല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൈക്കോട്ടിക് ആണ്. അതായത് ഇതിൽ സ്കിസോഫ്രീനി ഉണ്ടായിരിക്കും ആസ് വെൽ ആസ് മൂഡ് ഡിസോർഡർ ഉണ്ടായിരിക്കും. മൂഡ് ഡിസോർഡർ നിങ്ങൾ ഇതിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതായത് ഒരു മൂഡ് ഡിസോർഡേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ ആൻഡ് മാനിയ പറയും.
അതിൽ മാനിയ, ഒരു എപ്പിസോഡ് ഓഫ് മാനിയ എങ്കിലും ഉണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോസിസ് 6 monthsോളം ലാസ്റ്റ് ചെയ്യുന്ന സൈക്കോസിസും ഉണ്ടെങ്കിൽ അത് സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ ആണ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾക്ക് ഡെല്യൂഷണൽ ഡിസോർഡർ ഉണ്ട്. നമ്മൾ ഡെല്യൂഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഹാലുസിനേഷൻസ് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കുറവായിരിക്കും. പ്രിഡോമിനന്റ് ആയിട്ടൊന്നും ഹാലുസിനേഷൻസ് ഉണ്ടാവില്ല. മെയിൻലി ഡെല്യൂഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതാണ് ഡെല്യൂഷണൽ ഡിസോർഡർ. അപ്പം ഡെല്യൂഷൻ ഇതിൽ എപ്പോഴും ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ഡെല്യൂഷണൽ ഡിസോർഡർ നാലും പഠിക്കണം. അതിൽ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ഡെല്യൂഷണൽ ഡിസോർഡർ എന്തായാലും മറക്കാതെ പഠിക്കുക. സോ ഇതാണ് നമ്മൾ സ്കിസോഫ്രീനിയനെ കുറിച്ച് പറയുമ്പോൾ അറിയുന്നത്. അതായത് സ്കിസോഫ്രീനിയയിൽ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്, അത് ഒരിക്കലും മറക്കരുത്, അത് പഠിച്ചിരിക്കണം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്, പിന്നെ അതിന് യൂഷ്വൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ. സത്യം പറഞ്ഞാൽ സ്കിസോഫ്രീനിയയുടെ എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ഭാഗമേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ ആൻഡ് കൂസൽ ഫാക്ടേഴ്സ് ഓഫ് സ്കിസോഫ്രീനിയ. അതായത് സ്കിസോഫ്രീനിയ മൊത്തം കവർ ചെയ്യാം. ഓക്കെ. സോ സ്കിസോഫ്രീനിയ പറഞ്ഞു. പിന്നെ അതിൽ വരുന്നതാണ് ഡെല്യൂഷൻ എന്താണ്, ഹാലുസിനേഷൻ. ഇതൊക്കെ അധികം 2 marks ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും. ഡെല്യൂഷൻ എന്താണ്, ഹാലുസിനേഷൻ എന്താണ്, അലോജിയ എന്താണ്, നിയോലോജിസം എന്താണ്, ബ്രീഫ് സൈക്കോട്ടിക്, സ്കിസോഫ്രീനിഫോം, സ്കിസോ അഫക്റ്റീവ്, അതൊക്കെ എന്താണ്. ഓക്കെ. ഡെല്യൂഷണൽ ഡിസോർഡേഴ്സും പഠിക്കാം. ക്ലിയർ? നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ പ്ലാൻസിനെ കുറിച്ച്. ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അതായത് ഇത് ആവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഞങ്ങൾ ഫുഡ് സെമ്മിൻ്റെ ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അതിന് ഫ്രീ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് അല്ല, ക്ലാസ്സസ് ആൻഡ് നോട്ട്സസ് അവൈലബിൾ ആണ്. അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഒരു പ്ലാൻ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അവർക്ക് അയച്ചു കൊടുക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ഇതാണ് ആ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് നോട്ട്സ് മാത്രമാണെങ്കിൽ 849 rupees ആണ്. ഇനി നോട്ട്സും അതല്ലാതെ 15 daysന്റെ ഒരു ക്ലാസ്സസ് ആണെങ്കിൽ 1399. ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു ഇത്. ഇതല്ലാതെ അഡ്വാൻസ് പാക്കേജ് ഉണ്ട്, മെന്റർഷിപ്പ്, പ്രീ എക്സാമിനേഷൻ കൗൺസിലിംഗ്, അങ്ങനത്തെ എല്ലാം കൂടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആണെങ്കിൽ 6,999 ആണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഓക്കെ. ഇതല്ലാതെ ഞങ്ങൾക്ക് ക്രാഷ് കോഴ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയാലും കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫോർത്ത് സെമ്മിലൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിന്, ഇതല്ലാതെ ഞങ്ങൾ സെക്കൻഡ് സെമ്മിനും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ക്ലാസ്സസ് ആണ് സെക്കൻഡ് സെമ്മിന്റെ ക്രാഷ് കോഴ്സസ്. അത് April 6th നടക്കുന്ന സെക്കൻഡ് സെമ്മിന് സൈക്കോളജി സ്റ്റുഡൻസിന് ഞങ്ങൾ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതിനും എന്താ പറയാ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഫാമിലീസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാനും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും, എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാനും പറയുക. ഓക്കെ. ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും അയച്ചു കൊടുക്കുക. സോ നമ്മളിവിടെ 2 മൊഡ്യൂൾസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു 2 minutes ഒരു റെസ്റ്റ് എടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഭയങ്കര റഷായിട്ടാണ് ആ 2 മൊഡ്യൂൾസും പറഞ്ഞു തീർത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് മറ്റന്ന എക്സാം ആണ്, ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് പോയി പഠിക്കാൻ. സോ നിങ്ങൾക്കൊരു 2 minutes അല്ല, ഒരു 1 minute കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സ് ആണ് ഇനി വരുന്ന ചാപ്റ്റർ മൊഡ്യൂൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൊഡ്യൂളാണ്, പഠിക്കാനും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സ് ആ പേരിൽ തന്നെ പറയുന്നത് മൂഡ് ഡിസോർഡേഴ്സ് ആ മൂഡിനെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ മൂഡിനെ ചേഞ്ച് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ആണ് മൂഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, അതിൽ മൂഡ് ഡിസോർഡേഴ്സിൽ ഡിപ്രഷൻ ഉണ്ട്, മാനിയ ഉണ്ട്, ആൻഡ് ബൈപോളാർ ഉണ്ട്. ഓക്കെ, ഒരറ്റത്ത് മാനിയ, അത് എക്സ്ട്രീം ഹാപ്പിനെസ്, എക്സ്ട്രീം എനർജറ്റിക്, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി ആണെങ്കിൽ നേരെ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ എക്സ്ട്രീം സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, അതേപോലെ സുസൈഡൽ തോട്ട്സ് ഒക്കെ വരുന്നതാണ് ഡിപ്രഷൻ. ഇത് രണ്ടും വരികയാണെങ്കിൽ അത് ബൈപോളാർ. അപ്പൊ ചെറിയൊരു പിക്ചർ ഞാൻ തന്നാണ്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഡിപ്രഷൻ ആൻഡ് യൂണിപോളാർ ഡിസോർഡേഴ്സ്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ഡിപ്രഷൻ തന്നെയാണ് യൂണിപോളാർ ഡിസോർഡർ എന്ന് കണ്ടാൽ ഡിപ്രഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ, യൂണിപോളാർ ഡിസോർഡർ എന്നൊക്കെ ചോദിച്ചാലും അത് ഡിപ്രഷനാണ് സൂചിപ്പിക്കുന്നത്. മേജർ ഡിപ്രസീവ് എപ്പിസോഡ്, അതിന്റെ സിംറ്റംസ് ആണ് ചോദിക്കുന്നത്. അതിൽ എന്തൊക്കെ വരും? സാഡ്നെസ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. ഞാനൊരു ഓവർവ്യൂ ആണ് പറയുന്നത്, ഇതല്ലാതെ ഉണ്ട്. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് അപ്പിറ്റൈറ്റ്, ലോസ് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് സ്ലീപ്പ്, അതേപോലെ തന്നെ സുസൈഡൽ തോട്ട്സ്, സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ വിഡ്രോ ചെയ്യുക, അതേപോലെ തന്നെ പറഞ്ഞ പോലെ ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, ഇതൊക്കെ ഞാനൊന്നുമല്ല എന്നുള്ളൊരു തോന്നല്, എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നിനും പറ്റില്ല എന്നുള്ള തോന്നല്, അങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഈ സിംറ്റംസ് ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംറ്റംസ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മൂഡ് ഡിസോർഡർ എന്തിൻ്റെയും സിംറ്റംസ് ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ഒരു ഫ്രീക്വൻറ്റ്, അതായത് എത്ര കാലം കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാലാണ് അതൊരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആവുക എന്നുള്ളതും, അതേപോലെ തന്നെ അത് സോഷ്യൽ, ഒക്യുപ്പേഷണൽ, പേഴ്സണൽ ആയിട്ടുള്ള ചുറ്റുപാടിനെ ഇമ്പയർ ചെയ്താലേ അത് ഡിസോർഡർ ആയിട്ട് കണക്കാക്കപ്പെടുള്ളൂ എന്നുള്ളതും, അതേപോലെ ഇതൊരിക്കലും ഒരു സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഫക്ട് കാരണം വരുന്നതാവരുത് എന്നുള്ളതും ഡെഫിനറ്റ് ആയിട്ടും എഴുതി വെക്കണം. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് യൂണിപോളാർ ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ യൂണിപോളാർ എന്ന് പറഞ്ഞാൽ തന്നെ ഡിപ്രഷൻ ആണ്. ദെൻ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിപ്രഷൻ. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഭയങ്കര ഒരു വട്ടേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ CBT, REBT എന്നൊക്കെ നിങ്ങൾ കൗൺസിലിംഗിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നതാണ് ഇത്. അപ്പൊ നമ്മൾ ആരൺ ബക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആരൺ ബക്കിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടിന്റെ ഫലമായിട്ട് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്നാണ് ബെക്ക് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ എല്ലിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റോബർട്ട് എല്ലിസ്, ഐ തിങ്ക് എല്ലിസ്, REBT ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആള്. അവർ പറയുന്നത് ഇറാഷണൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവന്റ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഇറാഷണലി ബിലീവ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു എക്സാമിന് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു എന്ന് വെക്കാം, അത് നമ്മൾ ഇറാഷണലി ആണ് അതിനെ തിങ്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അങ്ങനെ ഇറാഷണലി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് കോൺസിക്വൻസസേ വരുള്ളൂ. ഇത് ഡിപ്രഷനിലേക്ക് വഴിയൊരുക്കും. ഓക്കെ, ഇതല്ലാതെ ഓവർ ജനറലൈസേഷൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഇവന്റ് ഉണ്ടെങ്കിലും ഹോൾ ഇവന്റിനെ നമ്മൾ അത് ഓവറായിട്ട് ജനറലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിപ്രഷനിൽ വരുന്നത്. ഞാനൊരു ഓവർവ്യൂ പറഞ്ഞതാണ്, നിങ്ങൾ ഡീപ്പായിട്ട് നോക്കണം. കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് മെയിൻലി നിങ്ങൾ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആരൺ ബക്കിനെ കുറിച്ച് പറയണം, ആൽബർട്ട് എല്ലിസിനെ കുറിച്ച് പറയണം, ഇതൊക്കെയാണ് പറയേണ്ടത്. ഇതല്ലാതെ ഈ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ ഡിപ്രഷൻ വരുന്ന തെറാപ്പീസ് ആണ് REBT, CBT എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ നോക്കണം. ദെൻ ഡിപ്രഷൻ ഷോർട്ട് നോട്ട്. പിന്നെ പറയുന്നത് ബൈപോളാർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, യൂണിപോളാർ, ബൈപോളർ, ഇതൊക്കെ നമുക്ക് മൊത്തത്തിൽ പറയുന്നതാണ്.
ഇത് ഡിപ്രഷൻ ആൻഡ് മാനിക് ഡിസോർഡേഴ്സ് എന്നാണ് ശരിക്കും വേണ്ടത്. ഇറ്റ്സ് നോട്ട് യൂണിപോളാർ ഡിസോർഡർ. ഡിപ്രഷൻ ആൻഡ് മാനിക് ഡിസോർഡേഴ്സ് ആണ്. ഇതിൽ മാനിയനെ കുറിച്ചും ചോദിക്കാം കേട്ടോ. മാനി ഇതിപ്പോ കുറച്ചു കാലമായിട്ട് ചോദിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മാനിയ ചോദിക്കാതിരിക്കുന്നത്. മാനിയ നല്ല വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് മാനിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബൈപോളാർ ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ബൈപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 എപ്പിസോഡും വരുന്നതാണ് ബൈപോളാർ. ഇതല്ലാതെ 3 ടൈപ്പ് ഓഫ് ബൈപോളാർ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതായത് സൈക്ലോതൈമിയ, ബൈപോളാർ 1 ആൻഡ് ബൈപോളാർ 2. സൈക്ലോതൈമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൽ 2 എപ്പിസോഡ് ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ഹൈപ്പോമാനിയ ആവാനുള്ള മാനിക് എപ്പിസോഡ്സും ഉണ്ടാവില്ല. അതേപോലെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആവാനുള്ള സിംറ്റംസും ഉണ്ടാവില്ല. സോ ഇതാണ് ഈ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ പിന്നെ പറയുന്നത് ബൈപോളാർ 1 ആണ്. ബൈപോളാർ 1 എന്ന് പറഞ്ഞാൽ മാനിയും ഡിപ്രഷനും ഉണ്ടായിരിക്കും. മാനിയ ആയിരിക്കും പ്രോമിനന്റ് ആയിട്ടുള്ളത്. മാനിയ ആയിരിക്കും. ഡിപ്രഷൻ എന്ന് പറയുന്നത് മേജർ ആയിരിക്കില്ല, മൈനർ ആയിട്ടായിരിക്കും ഡിപ്രഷൻ കാണുന്നത്. ദെൻ ബൈപോളാർ 2 പറയുമ്പോൾ 2 ഉണ്ടായിരിക്കും, പക്ഷെ ഡിപ്രഷൻ ആയിരിക്കും പ്രോമിനന്റ് ആയിട്ടുണ്ടാവുക, മാനിയ അത്ര പ്രോമിനന്റ് ആയിട്ടുണ്ടാവില്ല. ഇതേപോലെ ഈ ഒരു ബൈപോളാർ പറയേണ്ട ഒരു കാര്യമാണ്, 2 എപ്പിസോഡ് ഓഫ് മാനിയ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് 2021 മാനിയ വന്നു, അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നിട്ട് എപ്പിസോഡിക് ഡിസോർഡർ ആണല്ലോ മൂഡ് ഡിസോർഡേഴ്സ്, അത് കഴിഞ്ഞിട്ട് അയാൾ നോർമൽ ലൈഫിലേക്ക് വന്ന് 2023 അയാൾക്ക് മാനിക് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അത് ബൈപോളാർ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കപ്പെടുക. പക്ഷേ അതേസമയം ഇയാൾക്ക് 2 എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ദാറ്റ് വോണ്ട് ബി എ ബൈപോളാർ ഡിസോർഡർ. ക്ലിയർ? 2 എപ്പിസോഡ് ഓഫ് മാനിയ വന്നു കഴിഞ്ഞാൽ അത് ബൈപോളാർ ആണ്, പക്ഷെ 2 എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് ബൈപോളാർ അല്ല. ക്ലിയർ? ഓക്കെ. പിന്നെ ബൈപോളാർ ഡിസോർഡർ സിംറ്റംസ് എന്തൊക്കെയാണ്? അതിന്റെ സിംറ്റംസ് അതായത് നമ്മുടെ മാനിയ ഡിപ്രഷൻ സിംറ്റംസ് തന്നെയാണ് അതിലേക്ക് വരിക. ഇപ്പോൾ ബൈപോളാർ 1 ആണെന്നെങ്കിൽ നിങ്ങൾ മാനിയയുടെ സിംറ്റംസ് കൂടുതലായിട്ട് എഴുതാം. ബൈപോളാർ 2 ആണെങ്കിൽ ഡിപ്രഷന്റെ സിംറ്റംസ് കൂടുതലായിട്ട് എഴുതാം. പിന്നെ എറ്റിയോളജി എന്ന് പറയുന്നത് കോസൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ബൈപോളാർ ഡിസോർഡറിന് കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നും എഴുതി വയ്ക്കും. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക യൂണിപോളാർ ആൻഡ് ബൈപോളാർ ഡിസോർഡർ, അതായത് മാനിയ, ഡിപ്രഷൻ, അതുപോലെ തന്നെ ബൈപോളാർ ഡിസോർഡേഴ്സ്. മാനിയും ഡിപ്രഷനും ബൈപോളാർ ഡിസോർഡർ ഒരു പോളിലുള്ളതാണ് ബൈപോളാർ യൂണിപോളാർ. അത് മാനിയ ഒരു പോളാണ്, ഡിപ്രഷൻ ഒരു പോളാണ്. മാനിയ ആൻഡ് ഡിപ്രഷനെയാണ് നമ്മൾ യൂണിപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ബൈപോളാർ ഡിസോർഡർ നമ്മൾ നേരത്തെ പോലെ 2 ഉണ്ടെങ്കിൽ അത് ബൈപോളാർ ഡിസോർഡർ ആണ്. ക്ലിയർ? ഡിപ്രഷൻ പഠിക്കാൻ. ഡിപ്രഷന്റെ ടൈപ്സ് ഉണ്ട്, അത് സ്പെസിഫിക്കലി ഐ തിങ്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, ബട്ട് എന്നാലും ടൈപ്സ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിൽ തന്നെ അതർ മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്തൈമിക് ഡിസോർഡർ, സൈക്ലോതൈമിക് ഡിസോർഡർ, പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, പോസ്റ്റ്പാർട്ടം ഡിസോർഡർ, ബ്ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡിസ്തൈമിക് എന്ന് പറയുന്നത് ഡിസ്തൈമിക് ഐ തിങ്ക് സൈക്ലോതൈമിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സൈക്ലോതൈമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിംറ്റംസും ഉണ്ടായിരിക്കും, പക്ഷെ അതില് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകണം, ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡറും ആയിരിക്കില്ല, ഹൈപ്പോമാനിയയും ആയിരിക്കില്ല. ഓക്കെ. ഇനി പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻസസിന്റെ തൊട്ട് മുന്നേ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് നമ്മൾ സെയിം വർത്ത്ലെസ് ആണെന്നും നമുക്കെല്ലാം ആൾക്കാർക്കും തോന്നാറില്ലേ, ഭയങ്കര വർത്ത്ലെസ് ആണെന്നും നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല, നമുക്ക് ഭയങ്കര ഒരു മൂഡ് സ്വിങ്സ് വരുന്നതിനാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. അതൊരു ഡിസോർഡർ ആവണമെങ്കിൽ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് എന്ത് ചെയ്യണം, അത് എഫക്ട് ചെയ്യണം. സോഷ്യൽ എക്കണോമിക് സോഷ്യൽ ഒക്യുപ്പേഷണൽ കാര്യങ്ങളിലൊക്കെ അത് എഫക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ ഇമ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ ആണ്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ഒക്കെ നമ്മൾ നല്ലോണം ഇപ്പൊ കേൾക്കുന്ന ഒരു ടേംസ് ആണ്. അതിന് ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലൂസ് എന്ന് പറയുമ്പോൾ ഡിപ്രഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, മൈൽഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഡിസ്തൈമിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രസീവ് ഡിസോർഡർ ആണ്, ബട്ട് അത്രയ്ക്ക് എത്തിയിട്ടുണ്ടാവില്ല. സൈക്ലോതൈമിയ എന്ന് പറയുമ്പോൾ 2 ഉണ്ടായിരിക്കും, 2 അത്രയ്ക്ക് എത്തിയിട്ടുണ്ടാവില്ല. ബട്ട് ഡിസ്തൈമിക് എന്ന് പറഞ്ഞാൽ ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും, പക്ഷെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിട്ട് നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല.
ഇതല്ലാതെ മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് നമുക്കറിയാം. മാനിയ, ഡിപ്രഷൻ, ബൈപോളർ, അതാണ് ടൈപ്സ്. ഇതിൻ്റെയൊക്കെ ക്ലിനിക്കൽ പിക്ചേഴ്സ്, ട്രീറ്റ്മെന്റ്, ഡൈനാമിക്സ് ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ മൂഡ് കോൺഗ്രുവന്റ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഒരു ജനറൽ ആയിട്ട് മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച്. പക്ഷെ അധികവും സ്പെസിഫിക് ആയ ഡിപ്രഷൻ, മാനിയ അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാനുള്ള ചാൻസ്. ഓക്കെ. സോ ദിസ് ഇസ് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സിന്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ, മാനിയ, ബൈപോളർ, ഇത് മൂന്നും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ച് പോകണം. ഡിപ്രഷൻ എന്താണ്, മാനിയ എന്താണ്, അതിന്റെ സിംറ്റംസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകണം. ഒന്ന് പെട്ടെന്ന് ആലോചിക്കുക, ഒന്ന് ഭയങ്കര സന്തോഷമാണെങ്കിൽ ഒന്ന് ഭയങ്കര സങ്കടമാണ്. ഇത് രണ്ടും ചേർന്ന് വന്നതാണ് ബൈപോളർ. ഇതല്ലാതെ മാനിയ മാത്രം 2 എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെയും ബൈപോളർ എന്ന് പറയും. ക്ലിയർ? ബൈപോളർ അല്ലെങ്കിൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ, രണ്ടും ഒന്നാണ്. ബൈപോളർ ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ. ഓക്കെ. ഈ ബൈപോളർ, ഈ മാനിയയും നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതായിരുന്നു. മാനിയയും അതുപോലെ തന്നെ സൈക്കോസിസും ഒരുമിച്ച് വന്നാൽ വരുന്ന ഡിസോർഡർ, അതാണ് സ്കീസോ എഫക്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. മാനിയയും അത് ഡിപ്രഷൻ പ്ലസ് ഇതല്ല, മാനിയ പ്ലസ് സൈക്കോസിസ്, 6 months ലാസ്റ്റ് ചെയ്യുന്ന സൈക്കോസിസ് വന്നാൽ അത് സ്കീസോ എഫക്റ്റീവ് ഡിസോർഡർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ മൂഡ് ഡിസോർഡേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലാസ്റ്റ് മൊഡ്യൂളാണ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്. ഓക്കെ. യെസ്. ഹലോ, പറയൂ. ഈ മൂഡ് കോൺഗ്രന്റ് മെത്തേഡ് എന്താണ്? ക്ലിയർ ആയില്ല, ഒന്നും കൂടി പറയോ? മൂഡ് കോൺഗ്രന്റ് ലാസ്റ്റ് മൂഡ് ഡിസോർഡേഴ്സ് തന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? മനസ്സിലായി. ഓക്കെ. മൂഡ് കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ മൂഡ് ഫ്ലക്ച്വേഷൻസിന്റെ ഒപ്പം, അതായത് മാനിയ ഒരു ഡിപ്രഷന്റെ ഒപ്പം ഹാലുസിനേഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ പോലത്തെ തോട്ടിനെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ. അതായത് ഇപ്പോ എന്റെ ഇമോഷണൽ സ്റ്റേറ്റിനെ മാച്ച് ആവുന്നത്, ഇപ്പൊ ഞാൻ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് അതിനോട് മാച്ച് ആവുന്ന ഡെലൂഷൻസ്, അതേപോലെ ഹാലുസിനേഷൻസ് എനിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ മാനിയയിലൂടെ കടന്നു പോകണം. മാനിയ ഉള്ളവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ അവർക്ക് അവർ ഓവർ സ്റ്റിമുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യും. കൂടുതൽ കുറേ ബിസിനസ് ആവശ്യമില്ലാത്ത യൂസ്ലെസ് ബിസിനസ്സിലൊക്കെ ഇതാക്കും. അപ്പൊ ഞാൻ ആ മാനിയയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഹാലുസിനേഷൻ വരും. അതായത് ഭയങ്കരമായിട്ട് ഹൈയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് മാൻ എൻ്റെ അടുത്ത് ഓഫർ ആയിട്ട് വന്നു, അയാളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ മൂഡിന് കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഡെലൂഷൻസ് അല്ലെങ്കിൽ ഹാലുസിനേഷൻസ് വരുന്നതാണ് മൂഡ് കോൺഗ്രുവന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നമുക്ക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് പോവാം. ഓക്കെ. ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ADHD ആണ്. ഇപ്പോ ADHD ഒക്കെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ADHD. ADHDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതിൽ പേരിൽ തന്നെയുള്ള പോലെ ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അവർക്ക് ഒരു കാര്യത്തിൽ തന്നെ പെട്ടെന്ന് അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും. ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ കാര്യം മറക്കും. അങ്ങനെ ഭയങ്കര ഇൻഅറ്റൻറ്റന്റ് ആയിട്ട് ഇരിക്കുമായിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ അതിന്റെ സിംറ്റംസ് പറയാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഅറ്റൻഷൻ ആണ് മെയിൻ ആയിട്ട്. പിന്നെ അതേപോലെ അറ്റൻഷൻ, അവർക്ക് ഒരു പോയിന്റിൽ അറ്റൻഷൻ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അവര്
ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കുട്ടികളുടെ കൈ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും അവർ തട്ട് എന്തെങ്കിലും കാര്യത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇതായിരിക്കും. അങ്ങനെ ഭയങ്കര അവർക്ക് അത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനറ്റ് DSM-5 ക്രൈറ്റീരിയ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു DSM-5 ക്രൈറ്റീരിയ പഠിച്ചു വെക്കണം, അത് ചോദിക്കുന്നുണ്ട്. സോ DSM-5 ക്രൈറ്റീരിയ ചോദിച്ചിട്ടുണ്ട്, അത് ക്ലിയർ ആയിട്ട് DSM-5 ക്രൈറ്റീരിയ വരുമ്പോൾ ഇൻഅറ്റൻഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ ഇൻഅറ്റൻഷൻ, അതേപോലെ സിവിയർ ഇൻഅറ്റൻറ്റീവ് ഓർ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് സിംറ്റംസ്, ഇതൊക്കെ ആണ് അതിൽ വരുന്നത്. സസ്റ്റെയിൻഡ് അറ്റൻഷൻ, ഒരു സാധനത്തിൽ തന്നെ ഒരുപാട് നേരം അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ടൊന്നും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൽ വരുന്ന കോസൽ ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കോസൽ ഫാക്ടർ നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ടെമ്പറാമെന്റ്. അത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്വഭാവം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ADHD-ലായാലും ഓട്ടിസത്തിലായാലും. അതേപോലെ തന്നെ നമ്മൾ ലോ ബർത്ത് വെയിറ്റ് ഉണ്ടാവുന്ന കുട്ടികൾ, അതേപോലെ തന്നെ കുറച്ച് പ്രഗ്നൻസിയിൽ വരുന്ന പ്രോബ്ലംസ്, സ്മോക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനോ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് ADHD-യിലേക്കും കണ്ടക്ട് ഡിസോർഡർ ആയാലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്കും ഒക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കോസൽ ഫാക്ടേഴ്സ് ഓഫ് ADHD നോക്കി വയ്ക്കുക. ക്ലിയർ? ഇനി കണ്ടക്ട് ഡിസോർഡർ. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ, കണ്ടക്ട് ഡിസോർഡർ 18 വയസ്സാവുന്ന വരെയാണ് നമ്മൾ അതിനെ കണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കുക. 18 വയസ്സിന് ശേഷം അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആ പേരിൽ തന്നെ ഉള്ള പോലെ തന്നെ ഇവർ ആന്റി സോഷ്യൽ ആയിരിക്കും. അത് 18 വയസ്സിന് താഴെയാണെങ്കിൽ അതിനെ കണ്ടക്ട് ഡിസോർഡർ എന്നാ പറയാ. അവർ ഭയങ്കരമായിട്ട് എന്താ പറയാ, ബുള്ളി ചെയ്യും, കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും, വേദനിപ്പിക്കും, ഫിസിക്കലി മറ്റുള്ളവരെ ഹാം ചെയ്യും. അതേപോലെ അനിമൽസിനെ ഭയങ്കരമായിട്ട് ഹാം ചെയ്യും, അതേപോലെ ബാക്കിയുള്ള മനുഷ്യരെ ഹാം ചെയ്യും. ഇതല്ലാതെ ഈ കുട്ടിയാകുമ്പോഴത്തേന് അവർക്ക് സെക്ഷുവലി മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യും. അതേപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുക, അതേപോലെ കള്ളം പറയാ. ഇതൊക്കെയാണ് കണ്ടക്ട് ഡിസോർഡേഴ്സിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. 18 വയസ്സിന് താഴെയാണെങ്കിലാണ് അത് കണ്ടക്ട് ഡിസോർഡർ, 18 വയസ്സിന് മുകളിലാണെങ്കിൽ അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ക്ലിയർ? ഇനി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓട്ടിസ്റ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെ അത് മാറി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്ക് മാറി. കാരണം അത് ഒരുപാട് സിംറ്റംസ് അതിന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് അത് മാറി. ഓക്കെ, അപ്പൊ അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, അവര് ഭയങ്കരമായിട്ട് സോഷ്യലി വിഡ്രോവൻ ചെയ്യുന്ന കുട്ടികളായിരിക്കും. സോഷ്യലി അവർ ഭയങ്കരമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യില്ല. അതേപോലെ തന്നെ അവരെ പേര് വിളിച്ചാൽ പോലും അവര് തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ കുട്ടികളാണ് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാര്. അതുപോലെ തന്നെ അവര് ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറ്റൻഷൻ കൊടുക്കുകയും, അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ അറ്റൻഷൻ കൊടുക്കാതിരിക്കുകയും, അതുപോലെ സെൽഫായിട്ട് ഹാം ചെയ്യും. അവർക്ക് പേടിയൊക്കെ വന്ന് അവർ കൈ കടിക്കും, അല്ലെങ്കിൽ കൈ കൊണ്ടേറ്റ് ചുമരിലിടിക്കുക. അങ്ങനത്തെ അവർ സെൽഫായിട്ട് അവരെ ഹാം ചെയ്യും. അതേപോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവരൊരു വാക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സിംറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ DSM-5 ക്രൈറ്റീരിയയിൽ തന്നെ ഒരുപാട് സിംറ്റംസ് പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു പോവുക. സോഷ്യലി അവരെങ്ങനെയാണ്, അവരുടെ ബിഹേവിയറിൽ വരുന്ന പാറ്റേൺ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇവർക്ക് നമ്മുടെ ഫോമൽ തോട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായത് റീസണിങ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഓട്ടിസം ഉള്ള ആൾക്കാര്. ക്ലിയർ? സോ ഓട്ടിസം അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഇതൊക്കെ തന്നെയാണ്. DSM-5 പഠിച്ചു പോവുക. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞൊക്കെ തന്നെയാണ്. ഇതല്ലാതെ ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഇപ്പൊ ചോദിക്കാൻ ചാൻസസ് കുറവാണ്. ബിക്കോസ് പണ്ടൊക്കെ നമ്മുടെ ICD-ലൊക്കെ ഈ DSM-ലായാലും ICD-ലൊക്കെ ആസ്പെർഗേഴ്സ് സിൻഡ്രോം,
ഓട്ടിസം ഒക്കെ വേറെ വേറെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ആസ്പെർഗർ സിൻഡ്രം ഇത് തന്നെയാണ് സിംറ്റംസ് വരുന്നത്. അതായത് അവർ സോഷ്യലി ഭയങ്കര റിട്ടാർഡഡ് ആയിരിക്കും, അതേപോലെ അവർ ആരോടും മിണ്ടില്ല, അവരുടെ പേരുകൾ അതൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഹൈ ഇന്റലക്ച്വൽ എബിലിറ്റി ഉണ്ടായിരിക്കും, അതേപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൃത്യമായിട്ട് അവർക്ക് നടക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ആസ്പെർഗർ സിൻഡ്രം. ഇതിപ്പോ അവർ കറന്റ്ലി അവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പെക്ട്രം എന്നുള്ളൊരു പേര് വന്നത്. പണ്ട് ഇതൊക്കെ ഡിഫറെന്റ് ആയിരുന്നു, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്ക് വന്നത്. പണ്ട് ഇത് ആസ്പെർഗർ സിൻഡ്രം ആയിരുന്നു. ക്ലിയർ? So ഇതാണ് ADHD and autism spectrum disorder. And ADHD, conduct disorder and autism spectrum disorder. ഇതല്ലാതെ വരുന്ന ഡിസബിലിറ്റിയാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിനെ പണ്ട് പറഞ്ഞത് മെന്റൽ റിട്ടാർഡേഷൻ ആയിരുന്നു. ആ വേർഡ് APA പിൻവലിച്ചിട്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഡെഫിനിഷൻസ് ഉണ്ട്, ലെവൽസ് ഉണ്ട്, കോഴ്സസ് ഉണ്ട്. ലെവൽസ് പറഞ്ഞാൽ ഇത്ര മുതൽ ഇത്ര വരെ മൈൽഡ്, ഇത്ര മുതൽ ഇത്ര വരെ മോഡറേറ്റ്, ഇത്ര മുതൽ ഇത്ര വരെ ഹൈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇവർക്ക് ഉണ്ടാവില്ല ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വരുന്ന കുട്ടികൾക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യത്തില്. പിന്നെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റീസ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് അങ്ങനത്തെ ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയാ, തിങ്ക് ചെയ്യാനും അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ അവർക്ക് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഇതല്ലാതെ നമ്മൾക്ക് ഡെയിലി ലൈഫിൽ വേണ്ട സ്കിൽസ് ഉണ്ടല്ലോ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ സ്വന്തമായിട്ട് രാവിലെ എണീക്കുക, പല്ല് തേക്കുക, അങ്ങനെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഇമ്പയർഡ് ആയിരിക്കും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. ഓക്കെ, ഇതിന്റെ ഇവർക്ക് കൊടുക്കുന്ന തെറാപ്പീസ് നമുക്കറിയാം. സ്പീച്ച് തെറാപ്പീസ് ഉണ്ട്, അതല്ലാതെ മെഡിക്കേഷൻ ഉണ്ട്, അതല്ലാതെ ബിഹേവിയറൽ ചേഞ്ചസ് വരാൻ അവർക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, ഇതിൽ പിന്നെ നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ ഒരു വട്ടം ഡൗൺ സിൻഡ്രത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൗൺ സിൻഡ്രം പൊതുവേ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞു വരാറില്ല, അതധികം ഡെവലപ്മെന്റൽ സൈക്കോളജിയിലൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എക്സ്ട്രാ ക്രോമസോംസ് ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഉണ്ടാവുന്നതിനേക്കാളും ഒരു ക്രോമസോം, ഒരു കോപ്പി ഓഫ് ക്രോമസോം, അവിടെ 21ാമത്തെ ക്രോമസോം ആണെന്ന് തോന്നുന്നു, 21ാമത്തെ ക്രോമസോമിന്റെ ഒരു കോപ്പിയും കൂടി ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവും. അവിടെ പിന്നെ ഡൗൺ സിൻഡ്രോം ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവർക്ക് ഡെവലപ്മെന്റൽ, ഫിസിക്കൽ ഡെവലപ്മെന്റിലും മെന്റൽ ഡെവലപ്മെന്റിലും ഒക്കെ അത് ചിലപ്പോൾ മൈൽഡ് ഇമ്പയർമെന്റ് ആയിരിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ഇമ്പയർമെന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ ഫിസിക്കല്, അവരുടെ മുഖത്തെ ഷേപ്പ് വേറെ ആയിരിക്കും, അവരുടെ ഫിസിക്കൽ ഷേപ്പ് വേറെ ആയിരിക്കും, വലിപ്പം കുറവായിരിക്കും, അത് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഡൗൺ സിൻഡ്രോം ഡെവലപ്മെന്റിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിൻഡ്രോം ആണ് ഡൗൺ സിൻഡ്രോം. ഇതല്ലാതെ നമുക്ക് സ്പെസിഫിക് ലേൺ ഡിസോർഡേഴ്സ് ഉണ്ട്. സ്പെസിഫിക് ലേൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ, ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. നമുക്ക് ഇന്റലക്ച്വൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ലേണിംഗ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒന്നല്ലേ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് മെയിൻലി 3 സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് ആയിട്ട് പറയുന്നത്. നമുക്ക് എഴുതാൻ, വായിക്കാൻ, അതല്ലെങ്കിൽ മാത്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്. ഇപ്പൊ വായിക്കാൻ അറിയാത്ത കുട്ടിക്ക് ബാക്കിയുള്ള ബുദ്ധിക്കുറവോ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമോ പ്രോബ്ലം സോൾവിംഗ് പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഈ താരേ സമീൻ പർ ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാലൊക്കെ മനസ്സിലാവും, അതിലൊക്കെ ലേണിംഗ് ഡിസോർഡേഴ്സ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആണ് കാണിക്കുന്നത്. അതായത് പിന്നെ പറയുന്നത് ഡിസ്ലെക്സിയാണ്. നമ്മൾക്ക് എഴുതാൻ, അതായത് നമുക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, വായിക്കാൻ പറ്റാത്ത പ്രശ്നത്തിനെ നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയാം. നമ്മൾക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടിനെ നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയും. നമ്മൾ മാത്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയും. ക്ലിയർ? അതില് ഡിസ്ലെക്സിയ വായിക്കാനുള്ള, ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള, ഡിസ്കാൽക്കുലിയ മാത്സ് ചെയ്യാനുള്ള. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കൂടുതലായിട്ട് വരാൻ ചാൻസസ് ഉള്ള PYQs. ഓക്കെ, കൂടുതൽ ഇത്രയും കാലത്തിനാണ് അധികവും ഇത്രയും കാലങ്ങളായിട്ട് ഒരു 2021 മുതലുള്ളതാണ് എടുത്തിട്ടുള്ളത്. 2021 മുതലുള്ള
ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ള ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഭാഗങ്ങളെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. മൊത്തം നോക്കണം, ബട്ട് ഇതെങ്കിലും പഠിച്ചിട്ട് വേണം. ഇത് ഡെഫിനറ്റ് ഇതെങ്കിലും അല്ല, ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവാം. ക്ലിയർ? നമുക്ക് ഒന്നും കൂടി ഓടിച്ചിട്ട് പോവാം. കാരണം നമ്മൾ ഭയങ്കര സ്പീഡായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് മറ്റൊരു എക്സാം ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി പഠിക്കാൻ പോകണമായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്നും കൂടി അത് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളില് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു ഞാൻ വിചാരിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ആൽക്കഹോൾ അബ്യൂസിൽ അതിന്റെ കോസൽ ഫാക്ടേഴ്സ്, അതിന്റെ ക്ലിനിക്കൽ പിക്ചർ, ഇതൊക്കെ നമ്മൾ എന്താണ് ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ എന്താണ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, എന്താണ് അതിന്റെ കോസൽ ഫാക്ടേഴ്സ്, എന്താണ് അതിന്റെ ക്ലിനിക്കൽ പിക്ചേഴ്സ്, അതൊക്കെ ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. ഇതല്ലാതെ ഡ്രഗ്സ് വരുമ്പോൾ ഒപ്പിയം എന്തായാലും പഠിക്കണം, ഹാലുസിനോജൻസ് എന്തായാലും പഠിക്കണം, കൊക്കൈൻ, ആംഫെറ്റാമിൻസ്, ഓൾമോസ്റ്റ് അതിലെല്ലാ ഡ്രഗ്സും വരുന്നുണ്ട്. സ്റ്റിമുലൻസ് എന്താണെന്ന് പഠിക്കണം, അതേപോലെ സെഡേറ്റീവ്സ് എന്താണെന്ന് പഠിക്കണം. മെയിൻലി ഒപ്പിയം ആൻഡ് ഹാലുസിനോജൻസ് വിടാതെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാതും പഠിക്കണം, അതിൽ ഒപ്പിയം ആൻഡ് ഹാലുസിനോജൻസ് പഠിക്കണം. ഓക്കെ, സോ ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസിനെ കുറിച്ചും അതിന്റെ അപ്പൊ ഡ്രഗ്സിനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഒപ്പിയം എന്നാണ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒപ്പിയം എന്താണെന്ന്, ഇപ്പൊ ആ ഒരു ഡ്രഗ് എന്താണെന്ന് എഴുതണം, ആ ഡ്രഗിന്റെ എഫക്റ്റ് അതെന്തൊക്കെ നമ്മൾ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നു, നമ്മൾ ഫിസിക്കലി നമ്മളെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്, അതിന്റെ എന്താണ് എഫക്റ്റുകൾ, പിന്നെ അതിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്. അതിലിപ്പോൾ ഹാലുസിനോജൻസ് വരുമ്പോൾ LSD വരുന്നുണ്ട്, മരിജുവാന വരുന്നുണ്ട്, MDMA വരുന്നുണ്ട്, ഇതൊക്കെ വരുന്ന അതിന്റെ അണ്ടറിൽ വരുന്ന ഈ കൈൻഡ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ച് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ? സോ അപ്പൊ നമ്മൾ ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു. ജനറൽ ആയിട്ട് ചോദിക്കുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ്. പിന്നെ റീഹാബിലിറ്റേഷൻ ആൻഡ് റിലാപ്സ് പ്രിവെൻഷൻ, അതായത് ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് പഠിച്ചാൽ ഇതിലൊന്നും ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല, ബട്ട് ട്രീറ്റ്മെന്റ് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെയൊക്കെ ഡിപ്പെൻഡൻസിന്റെ ട്രീറ്റ്മെന്റ് അത് നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെന്റ് വന്നാലും എഴുതാൻ പറ്റുന്നതാണ്. CBT, എന്താ പറയാ, ഫാർമക്കോ തെറാപ്പി, അതായത് മെഡിസിൻസ്, ഇതൊക്കെ എന്തായാലും എഴുതി വെക്കണം. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അറിയില്ല, ഇപ്പൊ ചോദിച്ചു നിങ്ങളോട് എന്താണ് ട്രീറ്റ്മെന്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് അറിയണ്ടാവില്ല, ബട്ട് സ്റ്റിൽ CBTയും ഫാർമക്കോ തെറാപ്പി എന്തിലും എഴുതി വെക്കാം അതിൽ, കാരണം മെഡിസിൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ CBT നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. പിന്നെ അതേമാതിരി നിങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോൾ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സിലേക്ക് അവേർഷൻ തെറാപ്പി എന്തായാലും എഴുതി വെക്കാം. അതായത് ഇപ്പൊ എന്തെങ്കിലും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആൽക്കഹോൾ ഒരു ഗുളിക അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കും, അതിനുശേഷം ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം അവർ എന്തൊക്കെ ആൽക്കഹോള് കൺസ്യൂം ചെയ്യുന്നോ അന്നൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള നോസിയ, വോമിറ്റിംഗ് ഒക്കെ വരും. അതൊക്കെയാണ് ഈ അവേർഷൻ തെറാപ്പിയിലൊക്കെ പറയുന്നത്. അപ്പോൾ അത് എഴുതി വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ അതേപോലെ ട്രീറ്റ്മെന്റ് എല്ലാത്തിന്റെയും കോസ്, ട്രീറ്റ്മെന്റ്, സിംറ്റംസ് പഠിച്ചു വെച്ചേ പറ്റൂ. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ലാസ്റ്റ് നോക്കാൻ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കോസൽ ഫാക്ടേഴ്സിൽ പറഞ്ഞ പോലെ ഡെഫിനറ്റ് ആയിട്ടും ബയോളജിക്കൽ, അത് കോസൽ ഫാക്ടേഴ്സ് ചോദിച്ചു പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, അത് നിങ്ങൾ എഴുതി വെക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എഴുതി വെക്കാം. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് ആണെന്ന് അറിയുണ്ടാവില്ല. വെറുതെ ഡോപ്പമിൻ സെറാട്ടോണിൻ എഴുതി വെക്കാതെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് എന്ന് എഴുതി വെക്കാം. അതേപോലെ തന്നെ ഹെറിഡിറ്ററി, ജനറ്റിക്കലി അത് വരുന്നത് കൊണ്ട് നമുക്ക് വരാമെന്ന് എഴുതി വെക്കാം. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സ്ട്രെസ്, അതല്ലാതെ സൈക്കോളജിക്കൽ ഫാക്ടറിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രെസ് എഴുതി വെക്കാം, ടെൻഷൻ എഴുതി വെക്കാം, പാരന്റൽ ഗൈഡൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഈ പാരന്റൽ ഗൈഡൻസ് ഒക്കെ നമുക്ക് ഇതിലേ എഴുതി വെക്കാൻ പറ്റുള്ളൂ, അല്ല നമുക്ക് കണ്ടക്ട് ഡിസോർഡറിൽ എഴുതി വെക്കാം. അതേപോലെ ഇതിൽ ആൽക്കഹോൾ ഡിപ്പെൻഡ് സബ്സ്റ്റൻസ് അബ്യൂസിൽ എഴുതി വെക്കാം. പക്ഷെ സ്കിസോഫ്രീനിയിലൊന്നും പോയിട്ട് നിങ്ങൾ പാരന്റൽ ഗൈഡൻസിന്റെ പ്രശ്നങ്ങളൊന്നും എഴുതി വെക്കരുത്, ഇതിലൊക്കെ എഴുതി വെക്കാൻ പറ്റും. എന്തായാലും ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എന്തിനും എഴുതി വെക്കാം. ഇതെന്തായാലും എഴുതി വെക്കുക. കോസൽ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇത് എഴുതി വെക്കാം. അതേപോലെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ CBT, ഫാർമക്കോ തെറാപ്പി ഒക്കെ എന്തായാലും എഴുതി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്കിസോഫ്രീനിയനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സ്കിസോഫ്രീനിയയുടെ സാധനം
പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ. ഈ ഒരു ഡെഫിനേഷൻ മറക്കരുത്. നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ഒരു സംഭവം ഒരു സിംറ്റം ആഡ് ചെയ്യുന്നതിന് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയാം. അതിലേക്ക് മൈനസ് ചെയ്യും. നമ്മൾ നോർമൽ ലൈഫിൽ നിന്ന് ഒരു സാധനം മൈനസ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് സ്കിസോഫ്രീനിയ എന്ന് പറയും. ഓക്കെ, പിന്നെ അതിന്റെ സിംറ്റംസ് പഠിച്ചു വെക്കുക, അതിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, എന്താ പറയാ, ടൈപ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. പാരനോയിഡ് ആയാലും അതിന്റെ ഓരോ ടേംസ് പഠിച്ചു വെക്കുക. അത് ഓർക്കാൻ നമുക്ക്. അതായത് ഇപ്പൊ പാരനോയിഡ് സംശയരോഗമാണ്, കേട്ടിട്ടുണ്ട്, ഒരേ പൊസിഷനിൽ നിൽക്കുന്ന പരിപാടിയാണ്. ഡിസോർഗനൈസ്ഡ് ആ പേരിലുള്ള പോലെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും അവരുടെ സ്പീച്ച്, ബോഡി ലാംഗ്വേജ് എല്ലാം. അങ്ങനെ പിന്നെ കോസൽ ഫാക്ടേഴ്സ് ഞാൻ അർത്ഥപ്രബോധം എല്ലാത്തിലും ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ കേട്ടോ, പഠിച്ചിട്ട് പോയില്ലെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത്, പഠിക്കുക എന്തായാലും. പിന്നെ ഡെല്യൂഷൻ എന്താണ്, ഹാലുസിനേഷൻ എന്താണ്, അലോജിയ, നിയോലോജിസം ഒക്കെ എന്താണ്, ഫോമൽ തോട്ട് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾക്ക് സിലബസിലുണ്ട്. അതിൽ അവർ കുറച്ച് ടേംസും കൊടുത്തിട്ടുണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതായിരിക്കും ഈ ഫോമൽ തോട്ട് ഡിസോർഡേഴ്സിൽ ഇപ്പൊ നിയോലോജിസം, അലോജിയ അതൊക്കെയാണ് കൂടുതലായിട്ട് വൺ വേർഡ് ആയിട്ടും 2 മാർക്സ് ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അതായിരുന്നു കൂടുതലായിട്ട് അവർ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇതല്ലാതെ അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ഡെല്യൂഷണൽ, ബ്രീഫ് അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡിനെ എഫക്ട് ചെയ്യുന്നത് ഒന്നാലോചിക്കാം. ഒരു പോളില് ഭയങ്കര ഹാപ്പി, ഒരു പോളില് ഭയങ്കര ഡിപ്രഷൻ. ഇതിനെയാണ് നമ്മൾ യൂണിപോളാർ ഡിസോർഡേഴ്സ് എന്ന് പറയാം. 2 പോളും കൂടി വരുമ്പോൾ ബൈപോളാർ എന്ന് പറയും. 2 ഉണ്ടായിരിക്കും. ബൈപോളാർ 1 മാനിയ ആയിരിക്കും കൂടുതൽ, ബൈപോളാർ 2 ഡിപ്രഷൻ ആയിരിക്കും കൂടുതൽ. മീൻസ് അതിന് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. 2 മാനിയ വന്നു കഴിഞ്ഞാൽ അത് ബൈപോളാർ ആണ്, 2 എപ്പിസോഡ് ഓഫ് മാനിയ. ഓക്കെ, ഡിസ്തൈമിക്, സൈക്ലോതൈമിക്. ഡിസ്തൈമിക് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ആയിരിക്കും, ബട്ട് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിരിക്കില്ല. സൈക്ലോതൈമിക് എന്ന് പറഞ്ഞാൽ 2 ഉണ്ടായിരിക്കും, ബട്ട് അത്രയ്ക്കും ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഹൈപ്പോമാനിയയിലേക്കൊന്നും അത് പോവില്ല. പ്രീമെൻസ്ട്രൽ ആ പേര് പോലെ തന്നെ മെൻസ്ട്രേഷന് മുന്നേ നമുക്ക് വരുന്ന മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. പോസ്റ്റ്പാർട്ടും അതേപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ മൂഡ് ഡിസോർഡേഴ്സ്, മൂഡ് കോൺഗ്രുവന്റ് ഞാൻ പറഞ്ഞു, നിങ്ങളത് മനസ്സിലായി എന്നത്. നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ, അതായത് പ്രസന്റ് ഇമോഷണൽ സ്റ്റേറ്റിന് കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഹാലുസിനേഷൻസ്, ഡെല്യൂഷൻസ് അല്ലെങ്കിൽ ഫോമൽ തോട്ട് ഡിസോർഡേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ മൂഡ് കോൺഗ്രുവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ADHD കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓട്ടിസം പറഞ്ഞു, കണ്ടക്ട് ഡിസോർഡേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ 18 വയസ്സിന് ശേഷമുള്ള പേര് ആലോചിച്ച് വെക്കുക. ആന്റി സോഷ്യൽ, അതായത് സോഷ്യലി ആന്റി സോഷ്യൽ ആയിരിക്കും. സൊസൈറ്റിയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സിംറ്റംസ് ആണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡറിൽ വരുന്നത്. ദെൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ദെൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിസോർഡർ. സോ ദീസ് ആർ ദ മേജർ topics you should give importance. Okay, ഇതിലൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള. ഇതല്ലാതെ നിങ്ങളുടെ സിലബസിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതലായിട്ട് അതും കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഭയങ്കര കോമൺ ആയിട്ട് ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്താ പറയുക വിട്ടു പോവാതിരിക്കുക, എന്തായാലും പഠിക്കുക. അതല്ലാതെ സിലബസിൽ വരുന്ന ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും, അതിനും ഫോക്കസ് കൊടുക്കുക. നാളെ ഒരു ദിവസം നിങ്ങൾക്കുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് പറയാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.